ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടെ ദൈവവചന പഠനത്തിനായി ഇപ്രകാരം കൂടിവരുവാൻ ദൈവം നമുക്ക് കൃപ തന്നു. റോമാലേഖന പഠനം കഴിഞ്ഞ വെള്ളിയാഴ്ച ആരംഭിച്ചതാണ്. ഇന്ന് ഒടുവിലത്തെ ക്ലാസ്സിലേക്ക് വന്നിരിക്കുകയാണ്. 2 അധ്യായങ്ങളുണ്ട്, 5 പേജുകളേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് വളരെ സമയമെടുത്ത് തന്നെ അത് തീർക്കാൻ കഴിയും. എന്നാൽ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇന്നലെ ഞാൻ റോമാലേഖനത്തിൻ്റെ ആദ്യത്തെ 8 അധ്യായങ്ങളുടെ നോട്ട്സ് തന്നു. അത് നിങ്ങൾ വായിച്ച് പഠിക്കാൻ ഞാൻ പറഞ്ഞു. അതുപോലെ ഞാൻ ആവർത്തിക്കുന്നില്ല. എങ്കിലും ഈ പഠനം പൂർത്തീകരിക്കുമ്പോൾ അല്പം സമയം ഉള്ളത് കൊണ്ട് അതിൽ ഉള്ള ആ നോട്ട്സിലുള്ള ചില കാര്യങ്ങൾ അതിൻ്റെ മുഖവര ഒന്ന് പറഞ്ഞിട്ട് റോമർ 15 നമുക്ക് വരാം. ആ നോട്ട്സ് ഉണ്ടെങ്കിൽ നോക്കുക. ഞാനത് വായിക്കുന്നില്ല, അല്ലെങ്കിൽ ചില ആശയം ഞാൻ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ പൊതുവായിട്ട്. കാരണം പുതിയ നിയമത്തിലെ ലേഖനങ്ങളെക്കുറിച്ചുള്ള ഒരു മുഖവര പോലെ ഞാനത് പറയുന്നു എന്ന് മാത്രം. പുതിയ നിയമത്തിൽ എത്ര ലേഖനങ്ങളുണ്ട്? 21 നമുക്കറിയാം. അതിൽ 13 ലേഖനങ്ങളാണ് പൗലോസിൻ്റെ ലേഖനങ്ങളായിട്ട് നാം മനസ്സിലാക്കുന്നത്. എബ്രായ ലേഖനം ഒഴിവാക്കിയാൽ. എബ്രായ ലേഖനം ആരാണ് എഴുതിയതെന്ന് വളരെ കൃത്യമായി നമുക്ക് അറിയാത്തത് കൊണ്ടാണ് സാധാരണ അങ്ങനെ പറയുന്നത്. ഈ 13 ലേഖനങ്ങളിൽ എല്ലാ ലേഖനങ്ങളും പ്രധാനപ്പെട്ട തന്നെയാണ്. കാരണം പൗലോസിൻ്റെ ലേഖനങ്ങളാണ് പുതിയ നിയമസഭയുടെ ഉപദേശ സത്യങ്ങളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അവയെ ഒഴിവാക്കിയാൽ നമുക്ക് പുതിയ നിയമത്തിലെ ഉപദേശങ്ങളൊന്നും മനസ്സിലാക്കാൻ കഴിയുകയില്ല. അത് ലേഖനങ്ങൾ ചേർത്തിരിക്കുന്നത് കാലക്രമം അനുസരിച്ചല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് വിഷയത്തിൻ്റെ പ്രാധാന്യം അനുസരിച്ചാണ് ഇത് ലേഖനങ്ങൾ ക്രമീകരിച്ചവർ അത് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് ഈ റോമാലേഖനം ഒന്നാമത് വന്നത്. എന്താണ് വിഷയം? റോമാലേഖനത്തിൻ്റെ വിഷയം എന്താണ്? വിശ്വാസത്താൽ നീതീകരണം, രക്ഷ എന്നുള്ളതാണ് റോമാലേഖനത്തിലെ പ്രധാനപ്പെട്ട വിഷയം. ഞാൻ കഴിഞ്ഞ ആഴ്ചയും ക്ലാസ് എടുത്തപ്പോൾ സൂചിപ്പിച്ചതാണ്. അപ്പം ആ വിഷയത്തിൻ്റെ പ്രാധാന്യം അനുസരിച്ചാണ് ഇത് ഒന്നാമത് ചേർത്തിരിക്കുന്നത്. പൗലോസാണ് ഒരർത്ഥത്തിൽ ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യാനി എന്ന് അറിയപ്പെടുന്നത്. ലോകം കണ്ട ഏറ്റവും വലിയ ക്രിസ്ത്യാനി എന്നാണ് വേദപണ്ഡിതന്മാർ പൗലോസിനെ വിളിക്കുന്നത്. പുതിയ നിയമത്തിലെ 13 ലേഖനങ്ങൾ താൻ എഴുതി. താനൊരു ബഹുമുഖ പ്രതിഭയായിരുന്നു എന്ന് പറഞ്ഞാൽ താൻ അപ്പോസ്തലനായിരുന്നു, ഒരു മിഷണറി ആയിരുന്നു, അതുപോലെ തന്നെ സഭാസ്ഥാപകൻ, വേദപണ്ഡിതൻ, ഉപദേഷ്ടാവ്, സുവിശേഷകൻ, ഇങ്ങനെ അനേകം നിലകളിൽ ദൈവം എടുത്ത് ഉപയോഗിച്ച ഒരു വ്യക്തിയാണ് അപ്പോസ്തലനായ പൗലോസ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ലോകം കണ്ട ഏറ്റവും വലിയ ക്രിസ്ത്യാനി എന്ന് വിളിക്കുന്നത്. തൻ്റെ ഈ പുസ്തകങ്ങളെ ലേഖനങ്ങൾ എന്നാണ് നാം സാധാരണ വിളിക്കുന്നത്. വാസ്തവത്തിൽ അവ ലേഖനങ്ങളല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് കത്തുകളാണ്. പൗലോസ് ഒന്നുകിൽ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ സഭകൾക്ക് എഴുതുന്ന കത്തുകളാണ് ഈ 13 ലേഖനങ്ങൾ, അല്ലെങ്കിൽ 21 ലേഖനങ്ങളും അതുപോലെ തന്നെയാണ്. ഇംഗ്ലീഷിലെ കിങ് ജെയിംസ് വേർഷനിലൊക്കെ എപ്പിസിൽ എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. എപ്പിസിൽ ഓഫ് പോൾ ടു റോമൻസ്, എപ്പിസിൽ. എനിക്ക് തോന്നുന്നു പുതിയ തർജ്ജമകളിലൊക്കെ എന്ന് വെച്ചാൽ പുതിയ ഭാഷാന്തരങ്ങളിലൊക്കെ ലെറ്റേഴ്സ് എന്നുള്ള വാക്ക് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്, കത്തുകൾ. ആ എപ്പിസിലിൻ്റെ മലയാളമായിട്ടായിരിക്കാം നമ്മുടെയൊക്കെ മലയാളം തർജ്ജമയിൽ അതിനെ ലേഖനങ്ങൾ എന്ന് വിളിച്ചിരിക്കുന്നത്. വാസ്തവത്തിൽ അവ എപ്പിസിൽസ് അല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് കത്തുകളാണ്, വ്യക്തിപരമായ കത്തുകളാണ്. ഒരുവൻ തൻ്റെ കത്തുകളിൽ കൂടെ തൻ്റെ ആത്മാവിനെ വെളിപ്പെടുത്തുന്നു എന്ന ഒരു ചൊല്ലുണ്ട്. കാരണം കത്തുകൾ പലപ്പോഴും വളരെ പേഴ്സണലാണ്. തീർച്ചയായും പൗലോസിൻ്റെ കത്തുകൾ നമ്മളൊക്കെ പണ്ട് കാലത്ത്, ഇപ്പോൾ ആരും കത്തെഴുതാറില്ലല്ലേ, ആരും കത്തെഴുതുന്ന കാലം പോയി. നമ്മളൊക്കെ എഴുതുന്ന കത്തുകളെ പോലല്ല, അവിടെയും സുഖം ഇവിടെയും സുഖം എന്നുള്ള നിലയിലുള്ള കത്തുകളല്ല. അത് വളരെ ഗഹനമായ ഉപദേശ വിഷയങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം ഇതിനെ ലേഖനങ്ങൾ എന്ന് വിളിക്കുന്നത്. അങ്ങനെ വിളിച്ചാൽ കുഴപ്പമൊന്നുമില്ല. എന്നാൽ അടിസ്ഥാനപരമായിട്ട് കത്തുകളാണ് നാം മനസ്സിലാക്കണം. പൗലോസിൻ്റെ ലേഖനങ്ങളിൽ ഏറ്റവും ഉത്തമമായത് റോമാലേഖനമാണെന്ന് പലരും ചിന്തിക്കുന്നുണ്ട്. അതിനെ ലേഖനങ്ങളുടെ റാണി എന്നൊക്കെ പലരും വിളിച്ചിട്ടുണ്ട്. ഈ റോം എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാലത്ത് റോമ സാമ്രാജ്യമായിരുന്നു ലോകം മുഴുവൻ ഭരിച്ചിരുന്ന സാമ്രാജ്യം. ദാനിയേൽ പ്രവചനത്തിൽ നെബൂഖദ്നേസർ കണ്ട ഒരു വലിയ ദർശനം അല്ലെ, സ്വപ്നമുണ്ടല്ലേ. അതിനകത്ത് ബാബിലോണിയ സാമ്രാജ്യത്തിന് ശേഷം മേദിയ പേർഷ്യ സാമ്രാജ്യം
കടന്നു വരുന്നുണ്ട്. പിന്നെ ഗ്രീക്ക് സാമ്രാജ്യം, അതിനെക്കുറിച്ച് അധികം പരാമർശങ്ങൾ ബൈബിളിലില്ല. അത് കഴിഞ്ഞിട്ടാണ് ഈ റോമൻ സാമ്രാജ്യം കടന്നു വരുന്നത്, 4ാമത്തെ സാമ്രാജ്യമായിട്ട്. അതിൻ്റെ തലസ്ഥാനമായിരുന്നു റോമ പട്ടണം. ഇന്നും അതുണ്ട്. ഒരു കാലത്ത് റോമൻ ഗവൺമെൻറ്റിൻ്റെ ആസ്ഥാനമായിരുന്നു. ഇന്ന് അത് കത്തോലിക്ക സഭയുടെ ആസ്ഥാനമായിട്ട് മാറി. അത് നല്ല പട്ടണം ഇന്നുണ്ട്. വാസ്തവത്തിൽ ഈ റോം എന്നുള്ള പേര്, അത് ആ പട്ടണം സ്ഥാപിച്ചത് BC 753. അതിൻ്റെ നോട്ട്സിലുണ്ട്, പിന്നെ നോക്കിയാൽ മതി. റീമസ് റോമുലസ് എന്നീ സഹോദരന്മാർ. റീമസ് BC 753 അല്ല, റീമസ് റോമുലസ്. ഇപ്പം ഞാൻ റീമസ് റോമുലസ് എന്നീ സഹോദരന്മാർ സ്ഥാപിച്ചു. അങ്ങനെയാണ് റോം എന്നുള്ള പേര് വന്നത്. BC 27 ഈ റോമ സാമ്രാജ്യം, ഈ നഗരം റോമ സാമ്രാജ്യത്തിൻ്റെ ഭാഗമാകുന്നത്. അന്നുപോലെ അത് റോമൻ്റെ ഭാഗമായിട്ട് മാറുകയാണ്. ഓക്കെ, ഈ റോമിലെ സഭ ആരാണ് സ്ഥാപിച്ചത്? കത്തോലിക്കർ പറയും പത്രോസാണ് പോയി സഭ സ്ഥാപിച്ചത്. അതിന് യാതൊരു തെളിവുമില്ല, ചരിത്രപരമായോ വേദവസ്തുപരമായോ തെളിവില്ല. എന്നാൽ പൗലോസ് സ്ഥാപിച്ച സഭയാണ്, അതുമല്ല. കാരണം പൗലോസ് റോമർ 1:9 പറയുന്നുണ്ട് താൻ അവരെ സന്ദർശിച്ചിട്ടില്ല. പൗലോസ് ഈ കത്തെഴുതുമ്പോൾ അവരെ സന്ദർശിച്ചിട്ടില്ല, താൻ സന്ദർശിക്കാനുള്ള ആഗ്രഹം അറിയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ആരാണ് ഈ സഭ സ്ഥാപിച്ചത്? ഒരു വ്യക്തി സ്ഥാപിച്ച സഭയല്ല. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പൗലോസ് ആസ്യ എന്ന് വെച്ചാൽ എവിടെയാണ്? ഇന്നത്തെ ആസ്യ എന്ന് വെച്ചാൽ ഇന്നത്തെ ടർക്കിയാണ്, തുർക്കി. അത് ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ വരുന്ന, ഏഷ്യൻ ഭൂഖണ്ഡത്തിൻ്റെ പടിഞ്ഞാറേ ഭാഗമാണ് ഈ ടർക്കി. അതിനെയാണ് അക്കാലത്ത് ആസ്യ എന്ന് മലയാളം ബൈബിളിലും ഏഷ്യ മൈനർ എന്ന് ഇംഗ്ലീഷിലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. അവിടെയൊക്കെയാണ് താൻ പ്രവർത്തിച്ചത്. താൻ അനേക സ്ഥലങ്ങളിൽ പോയി പ്രവർത്തിച്ചിട്ടുണ്ട്. അവിടെയൊക്കെയുള്ള അനേക വിശ്വാസികൾ ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി ജോലി തേടിയൊക്കെ ഈ റോമ പട്ടണത്തിൽ വന്നു. നമുക്കറിയാം ഇന്നും അങ്ങനെയാണല്ലോ. നമ്മുടെ ആളുകളൊക്കെ ജോലി അന്വേഷിച്ച് ചില വലിയ പട്ടണങ്ങളിലേക്ക് പോകാറുണ്ട്. കേരളത്തിൽ തന്നെ അത് സ്വാഭാവികമാണ്. ഞങ്ങളൊക്കെ തിരുവനന്തപുരത്ത് പോയത് അങ്ങനെയാണ്, ജോലി അന്വേഷിച്ച് പോയതാണ്. എൻ്റെ സ്വന്തം സ്ഥലം പത്തനാപുരമാണ്. എപ്പോഴും ഗ്രാമങ്ങളിൽ നിന്ന് ജോലി അന്വേഷിച്ചും അല്ലെങ്കിൽ തൊഴിൽ, അതുപോലെ വ്യാപാരത്തിനൊക്കെ വേണ്ടി, ബിസിനസ്സിനൊക്കെ വേണ്ടി ആളുകൾ പട്ടണത്തിലേക്ക് പോകും. അപ്പോൾ പൗലോസിന്റെ പ്രവർത്തനങ്ങൾ രക്ഷിക്കപ്പെട്ട അനേകർ റോമിലേക്ക് പിൽക്കാലത്ത് കുടിയേറി പാർത്തു. അവർ പ്രവർത്തിച്ചാണ് ഈ സ്ഥലം സഭ സ്ഥാപിതമായത് എന്നാണ് കരുതപ്പെടുന്നത്. അതിൻ്റെ തെളിവ് 16-ാം അധ്യായത്തിലുണ്ട്. 16-ാം അധ്യായത്തിൽ അനേകരുടെ പേര് പറഞ്ഞ് 25ഓളം ആളുകളുടെ പേര് പൗലോസ് പറയുന്നുണ്ട്. പൗലോസ് അവിടെ സന്ദർശിച്ചിട്ടില്ല എങ്കിലും തനിക്ക് പരിചയമുള്ള പലരും അവിടെ ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ പല സമയങ്ങളിലായി കുടിയേറി പാർത്ത് സ്ഥാപിച്ച സഭയായിരിക്കണം അത്. 1-ാം നൂറ്റാണ്ടിലെ വളരെ നല്ല ഒരു സഭ തന്നെയാണ്. അധികം ദുരുപദേശങ്ങളൊന്നും ആ സഭയെ ബാധിച്ചിട്ടില്ല എന്ന് നമുക്കറിയാം. പിന്നെ ചില ചെറിയ പ്രശ്നങ്ങളുണ്ട്, അതാണ് ഇന്നലെ നമ്മൾ ചിന്തിച്ചത്. ഭക്ഷണത്തെക്കുറിച്ചും ചില ദിവസങ്ങൾ ആചരിക്കുന്നതിനെക്കുറിച്ചും. അത് പ്രധാനമായിട്ടും ശബത്തായിരിക്കണം. യഹൂദ പശ്ചാത്തലത്തിൽ നിന്ന് കടന്നു വന്നവർ ശബത്ത് നാളിൽ അവർ സിനഗോഗിൽ പോയില്ലെങ്കിലും ആ ദിവസത്തിന് അവരുടെ ചിന്താഗതിയിൽ ഒരു പ്രത്യേകതയുണ്ട്. അതൊക്കെ ആയിരിക്കണം അവിടെയുള്ള ചില മൈനർ ഇഷ്യൂസ്, ചില ചെറിയ പ്രശ്നങ്ങൾ. അതൊഴിച്ചാൽ ഒരു നല്ല സഭ തന്നെ ആയിരുന്നു മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ പൗലോസ് ഇവിടെ സന്ദർശിച്ചിട്ടില്ല, പക്ഷേ ഇത് സന്ദർശിക്കാനുള്ള ആഗ്രഹമൊക്കെ ഈ അധ്യായത്തിൽ, ഈ പുസ്തകത്തിൽ താൻ വെളിപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല, അപ്പോൾ ഇത് എവിടെ നിന്ന് എഴുതി? വേദപണ്ഡിതന്മാർ പറയുന്നത് കൊരിന്തിൽ ആയിരുന്നപ്പോൾ താൻ ഇത് എഴുതി എന്നുള്ളതാണ്. പ്രവൃത്തികൾ 20-2-3 വാക്യങ്ങളിലും റോമർ 15-25, 26 വാക്യങ്ങളൊക്കെ എൻ്റെ സൂചനയുണ്ട്. അതൊക്കെ എൻ്റെ നോട്ട്സിലുണ്ട്, ഞങ്ങൾ പറഞ്ഞു പോവുകയാണ്. അപ്പോൾ താൻ കൊരിന്തിൽ പാർത്ത കാലത്താണ്, കൊരിന്തിൽ നിന്നാണ് റോമർക്ക് ലേഖനം എഴുതുന്നത്. AD 56-57 കാലഘട്ടം, AD 56-57 കാലഘട്ടത്തിലാണ് എഴുതുന്നത്. ഇതിനെക്കുറിച്ച് ഒരു എഴുത്തുകാരൻ പറഞ്ഞിരിക്കുന്നത്, ഈ ലേഖനം എഴുതുന്നത് ആരാണ്? ഒരു എബ്രായനാണ്, ഒരു യഹൂദനാണ്. അപ്പോൾ കൊരിന്ത് എന്ന് പറഞ്ഞാൽ എവിടെയാണ്? അത് യൂറോപ്പിൽ, ഗ്രീസിലാണ്. ഗ്രീസ് നമ്മളെ സംബന്ധിച്ച് വേദപുസ്തക ചരിത്രം പരിശോധിക്കുമ്പോൾ ഗ്രീസിന് വലിയ പ്രാധാന്യമുണ്ട്. ഗ്രീസിൻ്റെ വടക്കൻ പ്രവിശ്യയാണ് മാസിഡോണിയ, അല്ലെങ്കിൽ മക്കതോന്യ എന്ന പേരിൽ അറിയപ്പെടുന്ന മക്കതോന്യ. ഇപ്പോൾ ഞാൻ പറയുന്നത് കേട്ടാൽ മതി, അതൊന്ന് ജസ്റ്റ് ഇതൊക്കെ ഓർത്തിരിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ നോട്ട്സിലുണ്ട് താൻ. പിന്നെ നോട്ട്സ് ഇല്ലാത്തവർ പിന്നെ നോക്കിയാൽ മതി. നോട്ട്സ് ഉള്ളവർ 3-ാമത്തെ പേരിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇന്നലെ ഞാൻ നോട്ട്സ് തന്നായിരുന്നു. അപ്പോൾ മക്കതോനിയാണ് വടക്കൻ പ്രവിശ്യ. അവിടെയുള്ള പ്രധാനപ്പെട്ട പട്ടണങ്ങളാണ് ബെറിയ, ഫിലിപ്പി, തെസ്സലോനിക്ക. അവിടുത്തെ സഭകളെയാണ് മക്കതോന്യ സഭകൾ എന്ന് പൗലോസ് പല സ്ഥലങ്ങളിലും പരാമർശിക്കുന്നത്. തെക്കൻ പ്രവിശ്യയാണ് അഖായ. അഖായയുടെ തലസ്ഥാനമാണ് കൊരിന്ത്. കൊരിന്തും വലിയൊരു പട്ടണമായിരുന്നു.
അപ്പോൾ കൊരിന്തിലെ ആളുകൾ ഏത് ഭാഷയാണ് സംസാരിച്ചിരുന്നത്? യവന ഭാഷയാണ് സംസാരിച്ചത്, ഗ്രീക്ക് ഭാഷയാണ് സംസാരിച്ചിരുന്നത്. അപ്പോൾ ഇവിടെ ഒരു എഴുത്തുകാരനെ കുറിച്ച് പറയുന്നത്, പൗലോസ് എവിടെ നിന്ന് എഴുതുന്നു? കൊരിന്തിൽ എഴുതുന്നു. ആർക്കാണ് എഴുതുന്നത്? റോമാക്കാർക്ക്. അപ്പോൾ ഒരു യഹൂദൻ അല്ലെ എബ്രായൻ ഒരു ഗ്രീക്ക് പട്ടണത്തിൽ ഇരുന്നു കൊണ്ട് റോമാക്കാർക്ക് എഴുതിയ ലേഖനമാണ് റോമാലേഖനം. എഴുതുന്നത് എബ്രായനാണ്, യഹൂദനാണ്, പക്ഷേ ഇരിക്കുന്ന സ്ഥലമോ ഗ്രീസിലാണ്, ഗ്രീക്ക് പട്ടണത്തിൽ യവന ഭാഷ സംസാരിക്കുന്നവരുടെ ഇടയിൽ ഇരുന്നു കൊണ്ട് ലത്തീൻ ഭാഷ സംസാരിക്കുന്ന റോമാക്കാർക്ക് എഴുതിയ ലേഖനമാണ് റോമാലേഖനമെന്ന് വളരെ രസകരമായൊരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. വാസ്തവത്തിൽ എബ്രായ, ഗ്രീക്ക്, റോമ ഭാഷകൾ, ഈ ഭാഷകൾക്കൊരു പ്രത്യേകതയുണ്ട്. ഈ 3 ഭാഷകളിലുമുള്ള എഴുത്ത് നാം എവിടെയാണ് കാണുന്നത്? കർത്താവിൻ്റെ ക്രൂശിൽ അല്ലേ, ക്രൂശിൻ്റെ ഒരു മേലെഴുത്ത് അല്ലേ, അത് 3 ഭാഷകൾ എഴുതി. അക്കാലത്തെ അറിയപ്പെടുന്ന 3 ഭാഷകളാണ്. അപ്പോൾ സുവിശേഷവും ക്രിസ്തുവിൻ കൂടെയുള്ള രക്ഷയെല്ലാം എല്ലാവർക്കും ഉള്ളതാണ് എന്നുള്ളതിൻ്റെ ഒരു സൂചനയും അതിലുണ്ട്, ആ എഴുത്തുകളിലുണ്ട്. ഇവിടെ അത് തന്നെയാണ് സംഭവിക്കുന്നത്. അങ്ങനെ എഴുതിയ ഒരു പുസ്തകമാണ്. ഈ ലേഖനത്തിന് അനേകം പ്രത്യേകതകളുണ്ട്. ചിലത് ഞാനൊന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാം. ഇത് വളരെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട്, വളരെ ക്രമീകൃതമായ ഒരു ലേഖനമാണ്. എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്, പടിപടിയായിട്ട്, പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് താൻ എഴുതിയ ഒരു ലേഖനമാണ്. പൗലോസിൻ്റെ സുവിശേഷ പ്രകടന പത്രിക എന്ന് ഇതിനെ വിളിക്കാറുണ്ട്. ഇലക്ഷൻ സമയമാണല്ലോ, ഇലക്ഷൻ സമയത്തൊക്കെയാണ് രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ മാനിഫെസ്റ്റോ, പ്രകടന പത്രിക ഇറക്കാറുണ്ട്. അവരെന്തൊക്കെ ചെയ്തു, ചെയ്യാൻ പോകുന്നു, അതൊക്കെയാണ് പ്രകടന പത്രികയിലുള്ളത്. അപ്പോൾ പൗലോസിൻ്റെ സുവിശേഷ പ്രകടന പത്രിക എന്നാണ് റോമാലേഖനത്തെ വിളിക്കുന്നത്. അതാണ് ഒന്നാമത്തെ പ്രത്യേകത. 2, ഇതൊരു ചോദ്യോത്തര രീതിയിലാണ്, ഒരു താർക്കിക ശൈലിയിലാണ്. തൻ്റെ എതിരാളി, സാങ്കല്പിക എതിരാളി ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളൊക്കെ പൗലോസ് ചോദിച്ചിട്ട് അതിൻ്റെ ഉത്തരം പൗലോസ് തന്നെ പറയുകയാണ്. അപ്പോൾ ആ ഒരു ശൈലിയിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. 3ാമത്തെ പ്രത്യേകത, പഴയ നിയമ ഉദ്ധരണികൾ ഏറ്റവും അധികം കാണുന്ന പുതിയ നിയമ പുസ്തകമാണ് റോമാലേഖനം. പഴയ നിയമത്തിലെ ഉദ്ധരണികൾ ഏറ്റവും അധികം കാണുന്ന പുതിയ നിയമത്തിലെ പുസ്തകമാണ് റോമാലേഖനം. ആ ഉദ്ധരണികളിൽ തന്നെ ഏറ്റവും കൂടുതൽ യെശയ്യാ പ്രവചനത്തിൽ നിന്നും സങ്കീർത്തനങ്ങളിൽ നിന്നുമാണ്. മറ്റു പുസ്തകങ്ങളിൽ നിന്നുണ്ട്, എന്നാൽ ഏറ്റവും കൂടുതൽ യെശയ്യാ പ്രവചനത്തിൽ നിന്നാണ്. കാരണം യെശയ്യാ പ്രവചനമാണ് മെശിഹായുടെ വരവിനെക്കുറിച്ചും ക്രൂശുമരണത്തെക്കുറിച്ചും അതുപോലെ തന്നെ അനിയുള്ള സഹസ്രാബ്ദ വാഴ്ചയെക്കുറിച്ചും എല്ലാം പറയുന്നത് യെശയ്യാ പ്രവചനമാണ്. അപ്പോൾ പഴയ നിയമത്തിലെ ഒരു സുവിശേഷ പുസ്തകം തന്നെയാണ് യെശയ്യാ പ്രവചനം. അതുകൊണ്ടായിരിക്കണം യെശയ്യാ പ്രവചനത്തിൽ നിന്ന് താൻ അധികം കാര്യങ്ങൾ ഉദ്ധരിക്കുന്നത്. 4ാമത്, ദൈവത്തിൻ്റെ നീതി എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട വിഷയം. ദൈവത്തിൻ്റെ നീതി എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്ന ദൈവം നീതിമാനാണ്, മാത്രമല്ല അവൻ അഭക്തനെ നീതീകരിക്കുന്ന ദൈവം കൂടെയാണ്. ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ച് പറഞ്ഞിട്ട് ആ നീതിമാനായ ദൈവം സൗജന്യമായി പാപികളെ നീതീകരിക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? നീതിമാന്മാരെ പ്രഖ്യാപിക്കുകയാണ്. നാം രക്ഷിക്കപ്പെട്ട സമയത്ത് അതാണ് സംഭവിച്ചത്. ദൈവം നമ്മെ നീതിമാന്മാരായും വിശുദ്ധന്മാരായും പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപനം മൂലമാണ് നാം നീതിമാന്മാരായി വിശുദ്ധന്മാരായി തീർന്നത്. അപ്പോൾ അത് 4ാമത്തെ സത്യം. ദൈവത്തിൻ്റെ നീതിയെ സുവിശേഷത്തിൻ്റെ അടിസ്ഥാന വെളിപ്പാടായി പൗലോസ് തുറന്നു കാട്ടുന്നു. 5, പാപത്തിൻ്റെ 2 വശങ്ങളും, അതുപോലെ 2 വശങ്ങളും അവ ഓരോന്നിനും ക്രിസ്തുവിൽ കൂടെ ദൈവം നൽകുന്ന പരിഹാരവും പൗലോസ് വ്യക്തമാക്കുന്നു. എന്താണ് ഈ പാപത്തിൻ്റെ 2 വശങ്ങൾ എന്ന് പറയുന്നത്? പാപം എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്നത് പാപപ്രവൃത്തികളാണ്, അല്ലേ? സിൻഫുൾ ആക്ടിവിറ്റീസ്, പാപപ്രവൃത്തികൾ, അതാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. പക്ഷേ ഈ പ്രവൃത്തികൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഇന്നലെ ഞാൻ പറഞ്ഞതാണ് എൻ്റെ ഓർമ്മ. ജഡം എന്നുള്ള വാക്ക് വിശദീകരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എന്താണ് ഈ ജഡം എന്ന് പറയുന്നത്? എന്താണ്? ഉത്തരം പറഞ്ഞു, ഉറങ്ങാതിരിക്കുകയും ചെയ്യും. എന്താണ് ജഡം? ഇന്നലെ പറഞ്ഞതാണ്. അത് പാപപ്രകൃതമാണ്, ഒരു സിൻഫുൾ നേച്ചർ. ഇംഗ്ലീഷിൽ ന്യൂ ഇൻ്റർനാഷണൽ വേർഷനിലൊക്കെ അങ്ങനെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പഴയ തർജ്ജമയിൽ ഫ്ലഷ്, അതാണ് നമ്മുടെ മലയാളം തർജ്ജമയിൽ ജഡം എന്ന് പറയുന്നത്. പാപപ്രകൃതം നമുക്കുണ്ട്. ഇപ്പോൾ ഈ 2 കാര്യങ്ങളും പൗലോസ് ഈ പുസ്തകത്തിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. ആദ്യത്തെ 5 അധ്യായങ്ങളിൽ പാപപ്രവർത്തികൾ എന്നതാണ് പ്രധാന വിഷയം. അതിനെ ദൈവം എങ്ങനെ കാണുന്നു, ദൈവം അതെങ്ങനെ കൈകാര്യം ചെയ്യുന്നു, ദൈവം എങ്ങനെ പരിഹരിക്കുന്നു. എന്നാൽ 6, 7 അധ്യായങ്ങളിൽ ഈ പാപപ്രകൃതത്തെ
എങ്ങനെ കൈകാര്യം ചെയ്യണം, അതിന് ദൈവം വെച്ചിരിക്കുന്ന പരിഹാരം, അതാണ് 8-ാം അധ്യായം വരുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെക്കുറിച്ച് പറഞ്ഞാണ് ആ സെക്ഷൻ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ വിശ്വാസ പാപ പ്രവർത്തികളുടെ കാര്യം ആദ്യത്തെ 5 അധ്യായങ്ങൾ, പാപ സ്വഭാവം, പാപ പ്രകൃതം, അതിൻ്റെ പരിഹാരത്തെക്കുറിച്ചാണ് 5-ന്റെ പകുതി, 5-ന്റെ 12 മുതൽ 8-ന്റെ അവസാനം വരെ കൈകാര്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ 6, 7, 8 അധ്യായങ്ങൾ. 8-ാം അധ്യായത്തിൽ വിശ്വാസിയുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള ഏറ്റവും വിശദമായ വിവരണം കാണാൻ സാധിക്കും. പരിശുദ്ധാത്മാവ് എന്നുള്ള പേര് തന്നെ ഏതാണ്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 19ഓളം പ്രാവശ്യം ഒരൊറ്റ അധ്യായത്തിൽ വരുന്നുണ്ട്. അത് പരിശുദ്ധാത്മാവിൻ്റെ അധ്യായം എന്നാണ് റോമർ 8-നെ വിളിക്കുന്നത്. അടുത്തായിട്ട് പിന്നെ റോമർ 9 മുതൽ 11 വരെ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചതാണ്. അവിടെ എന്താണ്? യഹൂദന്മാർ യേശു ക്രിസ്തുവിനെ നിരസിച്ചതിൻ്റെ കാരണം, ഇന്നത്തെ അവരുടെ അവസ്ഥ, അതുപോലെ ഭാവിയിൽ അവർക്ക് വരാൻ പോകുന്ന യഥാസ്ഥാപനം, ഇതൊക്കെയാണ് അവിടുത്തെ വിഷയം. ഇനിയും ഈ പുസ്തകത്തിൻ്റെ ഒരു ഔട്ട്ലൈൻ, രൂപരേഖ പറഞ്ഞാൽ ഇതിൻ്റെ ആദ്യത്തെ ഒരു 17 വാക്യങ്ങൾ ഒരു ഇൻട്രൊഡക്ഷനാണ്, മുഖവരയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉപദേശപരമാണ്. 8-ാം അധ്യായം വരെ ഉപദേശപരം. 9 മുതൽ 11 വരെ ഉള്ളത് യഹൂദനെ കുറിച്ചുള്ളതായതുകൊണ്ട് അതിനെ യുഗപരം എന്ന് വിളിക്കാറുണ്ട്. ആദ്യത്തെ 8 അധ്യായങ്ങൾ ഉപദേശപരം, 9 മുതൽ 11 വരെ യുഗപരം, പിന്നെ 12 മുതൽ 16 വരെ പ്രായോഗികം, അങ്ങനെയും തരംതിരിച്ച് പറയാറുണ്ട്. ഞാൻ ഒന്നുകൂടെ പറയാം. ആദ്യത്തെ 8 അധ്യായങ്ങൾ ഉപദേശപരമാണ്, 9 മുതൽ 11 വരെ യുഗപരം, എന്ന് വെച്ചാൽ യഹൂദനോടുള്ള ദൈവത്തിൻ്റെ ഇടപെടലുകളാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ടാണ് യുഗപരം എന്ന് പറയുന്നത്. പിന്നുള്ള 8 അധ്യായങ്ങൾ 9 മുതൽ 16 വരെ പ്രായോഗിക ജീവിതമാണ് വിഷയം. അതിൽ തന്നെ 16-ാം അധ്യായം വാസ്തവത്തിൽ ഒരു ഉപസംഹാരം പോലെയാണ്. ഈ ലേഖനത്തിൻ്റെ ഒരു കൺക്ലൂഷൻ, ഉപസംഹാരമാണ്. അങ്ങനെയാണ് ഇതിനെ തിരിച്ച് പറയാൻ സാധിക്കും. അപ്പോൾ ഞാൻ മൊത്തമായിട്ട് ഈ പുസ്തകത്തിൻ്റെ ഒരു ചിത്രം അങ്ങ് തന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം. ഇന്നലെ നമ്മൾ ചിന്തിച്ചത് 13, 14 അധ്യായങ്ങളാണ്. 2 അധ്യായങ്ങൾ അല്പം വിശദമായിട്ട് ചിന്തിച്ചു, സമയമെടുത്ത് തന്നെ ചിന്തിച്ചു. ഇന്നിനി 2 അധ്യായങ്ങളുണ്ട്. ഇന്നലെ തന്നെ നോട്ട്സ് എടുക്കുക. ഇനിയിപ്പം അതിൻ്റെ 10-ാമത്തെ പേജ് എടുക്കുക. അതിൻ്റെ ഈ നോട്ട്സിൽ 4 അധ്യായങ്ങളുടെ വിശദീകരണമാണുള്ളത്. 4 അധ്യായങ്ങളുടെ വിശദീകരണമാണ്. അതിനകത്ത് 13, 14 അധ്യായങ്ങളുടെ വിശദീകരണം അനേക ചോദ്യങ്ങളുടെയും ഉത്തരങ്ങളുടെയും സഹായത്തോടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. 13-ാം അധ്യായത്തിലെ പ്രധാന വിഷയം ഗവൺമെൻറ്, ഭരണാധികാരികളോടുള്ള ഒരു ക്രിസ്ത്യാനിയുടെ മനോഭാവം, സാമൂഹിക ജീവിതമാണ് 13-ാം അധ്യായത്തിലെ പ്രധാന വിഷയം. സാമൂഹിക ജീവിതം ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഒരു വിശ്വാസിയെ സംബന്ധിച്ച് താനൊരു സമൂഹ ജീവിയാണ്, ഈ ഭൂമിയിൽ ജീവിക്കുകയാണ്. അപ്പോൾ സാമൂഹ്യ ജീവിതം അത് ആണ് അതിലെ പ്രധാനപ്പെട്ട വിഷയം. ഗവൺമെൻറ്റിനോടുള്ള ബന്ധത്തിൽ ഉള്ള നമ്മുടെ മനോഭാവം എന്തായിരിക്കണം? അവിടെ അതുകൊണ്ടാണ് അവരെ ബഹുമാനിക്കണം, കരം കൊടുക്കണം. പിന്നെ സാമ്പത്തികമായ ബാധ്യത, അല്ലെങ്കിൽ കടപ്പാടുകൾ, ധാർമ്മിക ഉത്തരവാദിത്തം, അതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് 13-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. പിന്നെ 13-ന്റെ 9, 10 സ്നേഹം ന്യായപ്രമാണത്തിൻ്റെ നിറവേറലാണ് എന്നെല്ലാം പൗലോസ് പറയുന്നു. പിന്നെ ഒടുവിൽ വിശ്വാസികൾക്കൊരു ആഹ്വാനം കൊടുക്കുന്നു. ഉറക്കത്തിൽ നിന്ന് ഉണരേണ്ട സമയമാണ്. കാരണം എന്താണ്? നാം സമയത്തെ അറിയുകൊണ്ട് ഉറക്കത്തിൽ നിന്ന് ഉണരണം, വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിക്കുക. ഇതൊക്കെ പറഞ്ഞാണ് അവസാനം കർത്താവായ യേശു ക്രിസ്തുവിനെ തന്നെ ധരിക്കുക, ജഡത്തിനായി ചിന്തിക്കരുതെന്ന് പറഞ്ഞാണ് 13-ാം അധ്യായം അവസാനിപ്പിക്കുന്നത്. ഇനി 14-ാം അധ്യായത്തിൽ 6-ാമത്തെ പേജ് മുതലാണ് സംശയ വിചാരങ്ങളെ വിധിക്കരുത് എന്ന് പറഞ്ഞാണ് അത് ആരംഭിക്കുന്നത്. എന്താണ് ഈ സംശയ വിചാരങ്ങൾ? ഇന്നലെ പറഞ്ഞതാണ്, നമ്മുടെ രക്ഷയ്ക്കോ വിശ്വാസത്തിനോ ആവശ്യമില്ലാത്ത ചില ചെറിയ കാര്യങ്ങളുണ്ട്. അതായത് റോമാലേഖനത്തിലെ പശ്ചാത്തലത്തിൽ പറയുമ്പോൾ എന്താണ് അടുത്ത വിഷയം? ഇന്നലെ പറഞ്ഞൊക്കെ മറന്നോ? ഏതാണ് അടുത്ത വിഷയം? ഭക്ഷണം അല്ലേ? കാരണം യഹൂദ പശ്ചാത്തലത്തിൽ നിന്ന് കടന്നു വന്നവരുണ്ട്, പുറജാതി പശ്ചാത്തലത്തിൽ നിന്ന് കടന്നു വന്ന രണ്ടുപേരും ഒരുമിച്ചാണ് ഇപ്പോൾ സഭയിൽ ആരാധിക്കുന്നത്. യഹൂദന്മാരെ സംബന്ധിച്ച് അവരുടെ പഴയകാല പാരമ്പര്യം ഒക്കെ വിട്ടുകളയാൻ ബുദ്ധിമുട്ടാണ്. നമുക്കറിയാമല്ലോ, നമുക്കും അങ്ങനെയൊക്കെ തന്നെയാണ്. കഴിഞ്ഞ കാലങ്ങളിലെ പാരമ്പര്യമൊക്കെ വിട്ടുകളയാൻ പ്രയാസമാണ്. അപ്പോൾ അവർ
പഴയ നിയമത്തിലെ പ്രമാണം അനുസരിച്ച്, മോശെ കൊടുത്ത പ്രമാണങ്ങൾ അനുസരിച്ച് ചില ഭക്ഷണ സാധനങ്ങൾ അശുദ്ധമാണ്, അതവർ ഭക്ഷിച്ചിട്ടില്ല. എന്നാൽ പുതിയ നിയമ വിശ്വാസം അനുസരിച്ച്, പുതിയ നിയമത്തിലെ ഉപദേശം അനുസരിച്ച് ഒന്നും അശുദ്ധമല്ല, എല്ലാം ശുദ്ധമാണ്. പക്ഷേ അവർക്ക് അനേക വർഷങ്ങളായിട്ട് അങ്ങനെ ശീലിച്ചതുകൊണ്ട് എല്ലാം ശുദ്ധമാണ് എന്ന് പറഞ്ഞാലും അതിൽ പലതും ഭക്ഷിക്കാൻ യഹൂദന് ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ പുറജാതി പശ്ചാത്തലത്തിൽ കടന്നു വന്നവർക്ക് ഒരു പ്രശ്നവുമില്ല. അപ്പോൾ അത് തമ്മിലൊരു ചെറിയ സംഘർഷം അവിടെ ഉണ്ടായി, അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടായി. അതുകൊണ്ട് പൗലോസ് കൊടുക്കുന്ന പ്രമാണത്തിൻ്റെ രത്നച്ചുരുക്കം എന്താണെന്ന് പറഞ്ഞ് ഇന്നലെ വിശദമായിട്ട് പറഞ്ഞാൽ എന്താണ് രത്നച്ചുരുക്കം? എന്തെങ്കിലും അശുദ്ധമാണ്? ഉത്തരം അല്ല, എല്ലാം ഭക്ഷിക്കാം. പിന്നെ ഒരു റെസ്ട്രിക്ഷൻ, ഒരു നിബന്ധന പൗലോസ് വെച്ച്, എന്താണത്? നമ്മുടെ ഭക്ഷണം മറ്റുള്ളവർക്ക് ഇടർച്ച വരുത്തുന്നെങ്കിൽ അതൊഴിവാക്കുക, അതാണ് പ്രധാനം. അപ്പോൾ സ്നേഹമാണ് എല്ലാത്തിൻ്റെയും മാനദണ്ഡം. സ്നേഹത്തിലാണ് എല്ലാം ചെയ്യേണ്ടത്. എനിക്കൊരു കാര്യം പാപമല്ലെന്ന് അറിയാം, എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ നമ്മുടെ സ്വാതന്ത്ര്യം മറ്റുള്ളവരുടെ വികാരങ്ങളെ, മനസാക്ഷിയെ, ചിന്തകളെ വ്രണപ്പെടുത്തുന്നതാകരുത്. കാരണം സഭയിൽ സ്നേഹവും ഐക്യതയുമാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ആ വിട്ടുവീഴ്ച കാണിക്കണം എന്നാണ് പറയുന്നത്. ശക്തരായ വിശ്വാസികൾ ദുർബലരെ വിധിക്കാതെ, നിന്ദിക്കാതെ അവരെ കൂടെ സ്വീകരിക്കണം. അതിനുവേണ്ടി ചിലപ്പോൾ ചില വിട്ടുവീഴ്ചകൾ ചെയ്യുന്നതായിട്ട് വരും. അതാണ് പൗലോസിന്റെ പ്രവണത. അത് അന്നും ഇന്നും എന്നും നമുക്കെല്ലാം ബാധകമാണ്. ഒരുപക്ഷെ ഭക്ഷണമായിരിക്കില്ല, മറ്റുള്ള വിഷയങ്ങളായിരിക്കാം. അപ്പോൾ ആ നിലയിൽ നമ്മൾ ഒരു വിട്ടുവീഴ്ച കാണിക്കാൻ തയ്യാറാകണം. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഭക്ഷണം, ഡ്രസ്സ്, ജീവിതശൈലി, അങ്ങനെ പല കാര്യങ്ങളിൽ ഓരോരുത്തർക്കും ഓരോ താല്പര്യങ്ങളുണ്ട്. പക്ഷേ കഴിയുന്നതും അത് മറ്റുള്ളവർക്ക് അടച്ചു വരുത്താതെ നമ്മൾ പരമാവധി ശ്രദ്ധിക്കണം. പിന്നെ ചിലരുണ്ട് എന്തിനും ഏതിനെയും ഒരു അഡ്രസ്സായിട്ട് കാണുന്നവരുണ്ട്. അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്ത് ചെയ്താലും അവർക്ക് അഡ്രസ്സാണ്. അങ്ങനെയുള്ളവരെയൊക്കെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ സഭയിൽ പൊതുവെ ഇടർച്ച വരുത്താത്ത നിലയിൽ അതൊക്കെ ചെയ്യണം എന്നാണ് പൗലോസ് പറയുന്നത്. കാരണം അവരുടെ മനസ്സാക്ഷിയെ പിന്തുടരുന്നത് ഒരാവശ്യമാണ്. പിന്നെ സഭയിലെ ഐക്യത എന്ന് പറഞ്ഞാൽ ഇന്നലെ പറഞ്ഞു, അത് അഭിപ്രായ, എല്ലാ കാര്യങ്ങളിലും എല്ലാവർക്കും ഏകാഭിപ്രായം, യുനാനിമിറ്റി, അതല്ല ഐക്യത എന്ന് പറയുന്നത്. ഒരു പ്രധാനപ്പെട്ട വാചകം 7-ാം പേജിൽ കൊടുത്തിട്ടുണ്ട്. സുപ്രധാന കാര്യങ്ങളിൽ ഏകാഭിപ്രായം, അപ്രധാന കാര്യങ്ങളിൽ സ്വാതന്ത്ര്യം, എല്ലാ കാര്യങ്ങളിലും സ്നേഹം. അതൊരു സുവർണ നിയമമാണ്. നമുക്ക് കുടുംബത്തിലും സഭയിലും സമൂഹത്തിലൊക്കെ പാലിക്കാൻ കഴിയുന്ന ഒരു സുവർണ നിയമമാണ്. കാരണം നമ്മൾ ജീവിക്കുന്ന ഇന്ത്യ തന്നെ നാനാത്വത്തിലെ ഏകത്വം എന്നാണ് പറയുന്നത്, അല്ലേ? ഇന്ത്യയിൽ തന്നെ അനേക ഭാഷക്കാർ, മതക്കാർ, സാംസ്കാരിക പശ്ചാത്തലമുള്ളവരൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഈ ഒരു പ്രമാണമാണ് നമുക്ക് പാലിക്കാൻ കഴിയുന്നത്. നമ്മുടെ വിശ്വാസം കൊണ്ട് മറ്റുള്ളവരെ, അയൽക്കാരനെ വെറുപ്പിക്കേണ്ട, മുറിവേൽപ്പിക്കേണ്ട ആവശ്യം നമുക്കില്ല. കാരണം ആത്യന്തികമായിട്ട് എല്ലാവരെയും നേടുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അല്ലാതെ തർക്കിച്ച് വാദിച്ച് ജയിക്കുക എന്നുള്ളതല്ല. നമ്മൾ ഈ കുടുംബജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ ഇത് പറയാറുണ്ട്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിൽ ശരിയാണ്. പലപ്പോഴും തർക്കിച്ച് ജയിക്കാൻ നമുക്കെല്ലാം വലിയ ഇഷ്ടമാണ്. പക്ഷെ നമ്മൾ തർക്കത്തിൽ ജയിക്കും, പക്ഷേ എതിരാളിയെ നമുക്ക് നഷ്ടപ്പെടും. അങ്ങനെ പാടില്ല. മറ്റൊരാളിനെ വിൻ ചെയ്യണം, എങ്ങനെയെങ്കിലും ഭർത്താവിന് വേണ്ടി നേടണം. ആ ഉദ്ദേശത്തിലായിരിക്കണം നമ്മൾ ഓരോ കാര്യങ്ങളിൽ തർക്കിക്കുകയും വാദിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ വ്യക്തിപരമായ ബോധ്യങ്ങളുടെ പേരിൽ മറ്റ് വിശ്വാസങ്ങളെ വിധിക്കുകയോ നിന്ദിക്കുകയോ ചെയ്യുന്നത് തെറ്റാണ് എന്ന് റോമർ 14:19-12 പറയുന്നു. അപ്പോൾ മറ്റുള്ളവരെ ഇടർച്ചയ്ക്ക് നമ്മൾ കാരണമാകരുത്. പ്രത്യേക എഡിഫിക്കേഷൻ, ആത്മീക വർദ്ധനവിന് കാരണമാകണം. പിന്നെ പൗലോസ് പറയുന്ന പ്രധാനപ്പെട്ട വാക്യമാണ് റോമർ 14:17. ദൈവരാജ്യം എന്താണ്? ദൈവരാജ്യത്തെ ഞാൻ വിശദീകരിച്ചോ, ദൈവത്തിൻ്റെ ഭരണമാണ്, അതൊരു അനുഭവമാണ്. നാം രക്ഷിക്കപ്പെടുന്ന സമയത്ത് യേശുവിനെ രക്ഷിതാവായി മാത്രമല്ല കർത്താവായിട്ടാണ് സ്വീകരിക്കുന്നത്. അത് മറന്നു പോകരുത്. അല്ലെങ്കിൽ കർത്താവ് നിന്ന് രാജാവെന്നാണ്. യേശുക്രിസ്തു എൻ്റെ ജീവിതത്തിൻ്റെ രാജാവാണെങ്കിൽ എൻ്റെ ജീവിതമാണ് ദൈവരാജ്യം. ദൈവത്തിൻ്റെ ഭരണം നടക്കുന്ന ജീവിതങ്ങളും പ്രദേശങ്ങളും എല്ലാം ദൈവരാജ്യം തന്നെയാണ്. അപ്പോൾ ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, പിന്നെന്താണ്? നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലെ സന്തോഷവും. അത്ര വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. അപ്പോൾ അതിനാണ് പ്രാധാന്യം. അല്ല ഭക്ഷണം എന്ത് കഴിക്കുന്നു, ഏത് തരത്തിലുള്ള ഡ്രസ്സ് ധരിക്കുന്നു, അതൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. നീതി, സമാധാനം, സന്തോഷം, ഇതാണ് പ്രധാനം. ഓക്കെ. പിന്നെ നമ്മുടെ സ്വാതന്ത്ര്യം മറ്റൊരാളുടെ വിശ്വാസത്തെ മുറിവേൽപ്പിക്കരുത്. ഞാൻ ധാരാളം ഉദാഹരണങ്ങളൊക്കെ മൊബൈലിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. പിന്നെ ഏറ്റവും ഒടുവിൽ പൗലോസ് അവസാനിപ്പിക്കുന്നത്
സംശയാസ്പദമായ കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യക്തിപരമായ ബോധ്യങ്ങൾ മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കാതെ അവ നിങ്ങൾക്കും ദൈവത്തിനും ഇടയിൽ സൂക്ഷിക്കുക. നേരത്തെ തന്നെ പൗലോസ് പറഞ്ഞു, നാം എല്ലാവരും ആത്യന്തികമായിട്ട് ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടവരാണ്. ആ ഒരു ബോധ്യം എല്ലാവർക്കും വേണം. നമ്മളെല്ലാം കർത്താവിന് നേരിട്ട് കണക്ക് കൊടുക്കേണ്ടവരാണ്. അതുകൊണ്ട് ആ ഒരു ബോധ്യത്തോടെ നാം ജീവിക്കേണ്ടത് ആവശ്യമാണ്. ഓക്കെ, 15-ാം അധ്യായം അതിൻ്റെ ബൈബിൾ ഒന്ന് എടുക്കുക. ബൈബിളാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക്. ബൈബിളിൽ ഇന്ന് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ ബൈബിളിൽ നിന്ന് വായിക്കണം. അതിൻ്റെ ആദ്യത്തെ ഒരു വാക്യം വായിച്ചിട്ട് ഞാൻ ഇന്നലെ പറഞ്ഞ ഒന്നുകൂടെ ആവർത്തിക്കാം. ശക്തരായി നാം എന്ത് ചെയ്യണം? അശക്തരുടെ ബലഹീനതകളെ ചുമക്കണം. അപ്പോൾ ശക്തരാണ്, ഞാൻ ശക്തനാണ്, അതുകൊണ്ട് അശക്തനെ ഒരു തരംതാണ ആളായിട്ട് കണക്കാക്കാൻ പാടില്ല. ഇന്നലെ ഞാൻ പറഞ്ഞു, ഇവിടെ ശക്തർ അശക്തർ എന്നൊക്കെ പറയുന്നത് ഒരു താരതമ്യം ചെയ്തുള്ള ഒരു പ്രയോഗമാണ്. ഇന്നലെ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, ബലഹീന പാത്രം എന്നുള്ളതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞല്ലോ. ബലഹീന പാത്രം എന്നുള്ളത് ഇംഗ്ലീഷ് പറഞ്ഞത് വീക്കർ വെസൽ എന്നാണ്. ആ അർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. താരതമ്യേന ബലഹീനം. ഭാര്യ ഭർത്തൃ ബന്ധത്തിലാണ് ഈ ബലഹീന പാത്രം എന്ന വാക്ക് പത്രോസ് ഉപയോഗിക്കുന്നത്. ഭാര്യ വീക്കറാണ്, അപ്പോൾ ഭർത്താവ് സ്ട്രോങ് അല്ല, ഈസ് വീക്ക് എന്നാണ് അതിൻ്റെ അർത്ഥം. വീക്ക്, വീക്കർ, വീക്കസ്റ്റ്, അങ്ങനെയാണ് നമ്മൾ താരതമ്യം ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഇവിടെ അതേ അർത്ഥത്തിലാണ്. കുറേ വിശ്വാസമാണ് ശക്തരെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മറ്റൊന്നുമല്ല, അവർക്ക് എല്ലാ ഭക്ഷണവും ശുദ്ധമാണ്, കഴിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് എന്നവർക്കറിയാം. അതുകൊണ്ടാണ് അവർ ശക്തരെന്ന് പറയുന്നത്. അങ്ങനെ വിശ്വസിക്കാത്ത ആളുകളെയാണ് അശക്തർ എന്ന് പറയുന്നത്. ഈ പശ്ചാത്തലത്തിൽ അശക്തർ എന്ന് പറഞ്ഞ യഹൂദന്മാരാണ്, മറക്കരുത്. അവരാണ് ഏറ്റവും വലിയ ശക്തന്മാരെന്ന് ധരിച്ചു. പക്ഷേ പൗലോസ് അവരെയാണ് ഇവിടെ ഇപ്പോൾ അശക്തർ എന്ന് പറയുന്നത്. അതുകൊണ്ട് ശക്തരായ വിശ്വാസികൾ പുറജാതി പശ്ചാത്തലത്തിൽ നിന്ന് കടന്നു വന്നവർ എന്ത് ചെയ്യണം? അവരെയും കൂടെ കരുതണം. അവർക്ക് മുറിവേൽപ്പിക്കുന്ന ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യരുതെന്നാണ് പറയുന്നത്. ഇനി നോട്ട്സിലേക്ക് വരാം. 10-ാമത്തെ പേജ്. ഇന്നലെ വായിച്ച ഒന്നുകൂടെ ഞാൻ വായിച്ചിട്ട് മുന്നോട്ട് പോകാം. ഇന്നലെ ഈ 1-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞതാണ്. എങ്കിലും ഓർമ്മ പുതുക്കാൻ വേണ്ടി, പുതുതായിട്ട് വന്നവരുടെ അറിവിന് വേണ്ടി അതൊന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നു. ചോദ്യം ഇതാണ്: ബലഹീനരോട് ശക്തരായ വിശ്വാസികൾക്ക് എന്ത് ഉത്തരവാദിത്വമാണുള്ളത്? അപ്പോൾ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, 34:9 ദൈവം കയ്യനോട് ചോദിക്കുന്ന ചോദ്യം ഉത്തരവും, നിന്റെ സഹോദരൻ എവിടെ? കയ്യൻ എന്താണ് പറഞ്ഞത്? ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനോ? അതിൻ്റെ ഉത്തരം എന്താണ്? അവിടെ എഴുതിയിട്ടില്ല. ഉത്തരം എന്താണ്? അതെ, കാവൽക്കാരനാണ്. ഓരോ സഹോദരനും കൂട്ടു സഹോദരൻ്റെയോ സഹോദരൻ്റെയോ കാവൽക്കാരനാണെന്നുള്ള ഓർമ്മ വേണം. നമുക്ക് ആ ഉത്തരവാദിത്വം ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ശക്തരായ വിശ്വാസികൾ, നോട്ട്സ് നോക്കാം, വിശ്വാസത്തിൽ പക്വത കുറഞ്ഞവരുടെ ബലഹീനതകളും പരിമിതികളും ക്ഷമയോടെ സഹിക്കണം. അവർക്ക് പരിമിതികളുണ്ട്. ചില ബലഹീനതകൾ എന്ന് പറയുന്നത് പാപത്തെക്കുറിച്ചല്ല കേട്ടോ. ഇവിടെ പറയുന്ന ബലഹീനതകൾ ചില കൺവിക്ഷൻസ്, ചില ബോധ്യങ്ങളാണ്. ചിലത് ശരി തെറ്റെന്നുള്ള ബോധ്യങ്ങൾ. അതിനെല്ലാം ക്ഷമയോടെ സഹിക്കണം. ബലഹീനരെ പിന്തുണയ്ക്കാനും സംരക്ഷിക്കാനും ആത്മീക വർധനവ് വരുത്താൻ അവർക്കും ആത്മീയ വർധനവ് ആവശ്യമാണ്. അവരുടെ എന്ന് വെച്ചാൽ ശക്തരുടെ ശക്തി ഉപയോഗിക്കണം. ശക്തരുടെ ശക്തി ബലഹീനരെ ചവിട്ടിത്താഴ്ത്താനല്ല, അവരെ തോൽപ്പിക്കാനല്ല, തർക്കിച്ച് ജയിക്കാനല്ല, പിന്നെ അവരെ താങ്ങുന്നതിന് വേണ്ടി, അവരെ ശക്തീകരിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കണം. അവരെ ഇടറാൻ ഇടയാക്കുന്നതിന് പകരം, ഇടറുക എന്നുള്ള വാക്ക് ഞാൻ ഇതിൽ പറഞ്ഞതാണ്, അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കി അവരെ പാപത്തിൽ വീഴ്ത്താൻ ഉള്ള സാഹചര്യമാണ് ഇവിടെ ഇടറുക എന്ന് പറയുന്നത്. ഇടറി വീഴുക എന്ന് നാം പറയും. ആ വാക്കാണ്, ആ അർത്ഥത്തിലാണ് ഇത് ഉപയോഗിച്ചിട്ടുള്ളത്. അവരെ ഇടറാൻ ഇടയാക്കുന്നതിന് പകരം വളരാൻ സഹായിക്കണം. ഇതാണ് ക്രിസ്തുതുല്യമായ സ്നേഹത്തിൻ്റെ യഥാർത്ഥ പ്രകടനം. കാരണം ആത്യന്തികമായിട്ട് നമുക്കെല്ലാം അനുകരിക്കാനുള്ള മാതൃക ക്രിസ്തു തന്നെയാണ്. അപ്പോൾ ക്രിസ്തുവിൻ്റെ മാതൃക അനുകരിക്കുമ്പോൾ ഇങ്ങനെയാണ് നാം ചെയ്യേണ്ടത് എന്നാണ് അവിടെ പറയുന്നത്. ഓക്കെ, ഇനി 2-ാമത്തെ ചോദ്യം അതിൻ്റെ തുടർച്ചയാണ്. 15-ന്റെ 2, 3 കൂടെ ഒന്ന് വായിച്ചു, പിന്നെ നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. ബൈബിളിലേത് ആദ്യം വായിക്കാം. ഓക്കെ, ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഇവിടെ ഇതെല്ലാം ചിലപ്പോൾ ഈ പൗലോസിൻ്റെ ലേഖനങ്ങളിലെ ഒരു പ്രത്യേകത, ചില വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇതിൻ്റെ മുൻ വാക്യവുമായിട്ട് ബന്ധമുണ്ടെന്ന് ചിലപ്പോൾ പെട്ടെന്ന് അങ്ങ് തോന്നിപ്പോകും. എന്നാൽ ബന്ധമുണ്ട്. പൗലോസ് വലിയൊരു പണ്ഡിതനായിരുന്നു, പഴയ നിയമം എല്ലാം അറിയാവുന്ന ആളാണ്. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഈ പഴയ നിയമത്തിലെ ചില വാക്യങ്ങളൊക്കെ ഉദ്ധരിക്കുന്നത്. ഇത് 1-ാമത്തെ വാക്യത്തിൻ്റെ ഒരു വിശദീകരണമായിട്ടാണ്
2-3 വാക്യങ്ങൾ പറയുന്നത്. അപ്പോൾ ഇവിടെ ക്രിസ്തുവിനെയാണ് മാതൃകയായിട്ട് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം ഇതാണ്, നിസ്വാർത്ഥതയുടെ ഉത്തമ മാതൃക ആരാണ്? നിസ്വാർത്ഥമായ സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും ഉത്തമ മാതൃക ആരാണ്? ഉത്തരം കൊടുത്തിട്ടുണ്ട്. കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. ക്രിസ്തു തന്നെയാണ് എല്ലാത്തിൻ്റെയും മാതൃക. നമുക്കറിയാം, വേറെ വാക്യങ്ങളുണ്ട്. 1 പത്രോസ് 2:21 നാം വായിക്കുന്നു, അവൻ്റെ കാൽ ചൂടുകളെ പിന്തുടരുവാൻ നമുക്കൊരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു. അപ്പം കർത്താവാണ് നമുക്ക് പല കാര്യങ്ങൾക്കും മാതൃക, അല്ലെങ്കിൽ മിക്കവാറും എല്ലാ കാര്യങ്ങൾക്കും മാതൃക. അപ്പോൾ കർത്താവിൻ്റെ മാതൃക പിന്തുടരാനാണ് പറയുന്നത്. എന്താണ് ഇവിടെ പറയുന്നത്? അവൻ തന്നിൽ തന്നെ പ്രസാദിച്ചില്ല എന്നാണ് പറയുന്നത്. എന്താണ് അതിൻ്റെ അർത്ഥം? ക്രിസ്തു തന്നിൽ തന്നെ പ്രസാദിച്ചില്ല, അല്ലെങ്കിൽ താൻ ഈ ഭൂമിയിൽ വന്നപ്പോഴും ഭൂമിയിൽ ജീവിച്ചപ്പോഴും തൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? വാസ്തവത്തിൽ കർത്താവ് എന്തിനു വേണ്ടിയാണ് ഈ ഭൂമിയിൽ വന്നത്? അങ്ങനെ ചോദിച്ചാൽ എന്ത് ഉത്തരം പറയാൻ കഴിയും? നമ്മൾ സാധാരണ പറയുന്ന ഉത്തരം ഏതാണ്? എന്തിനു വേണ്ടിയാണ് കർത്താവ് ഈ ഭൂമിയിൽ വന്നത്? പാപികളെ രക്ഷിക്കാൻ. അങ്ങനെ വാക്യമുണ്ട്. എന്നാൽ കർത്താവ് തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞ ഒന്നിൽ കൂടുതൽ വാക്യങ്ങളുണ്ട്. ഒന്ന് കുറിച്ചാൽ മതി. എബ്രായർ 10:7 യോഹന്നാൻ 6:38 കുറിക്കുക. പ്രസാദിപ്പിക്കാൻ വേണ്ടി ജീവിച്ചില്ല, ക്രിസ്തു തന്നെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ജീവിച്ചില്ല. വെയിറ്റ് അതൊന്ന് കുറിക്കുക എല്ലാവരും. എബ്രായർ 10:7 യോഹന്നാൻ 6:38. എബ്രായർ 10:7 യോഹന്നാൻ 6:38. ശ്രദ്ധിക്കണം. അത് വാസ്തവത്തിൽ കഴിഞ്ഞകാല നിത്യയിൽ നടന്ന സംഭവമാണ്. പുത്രൻ പിതാവിനോട് പറയുകയാണ്, ഇതാ ഞാൻ വരുന്നു. പുസ്തകച്ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. പഴയത്തിലെ ഉദ്ധരണിയാണ്. എന്തിനു വേണ്ടി? ആ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ എന്തിനു വേണ്ടിയാണ്? നിന്റെ ഇഷ്ടം ചെയ്യുക. അതാ മനസ്സിലാക്കേണ്ടത്. എന്തിനു വേണ്ടി കർത്താവ് ഈ ഭൂമി വന്ന് ചോദിച്ചാൽ അതിന്റെ ഏറ്റവും ശരിയായ ഉത്തരം പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുവാൻ. ആ ഇഷ്ടത്തിൽപ്പെട്ട കാര്യമാണ് പാപികളെ രക്ഷിക്കുക. ആ ഇഷ്ടത്തിൽപ്പെട്ട കാര്യമാണ് ക്രൂശുമരണം, അല്ലേ? അവനെ തകർത്തോളവാൻ പിതാവിന് ഇഷ്ടം തോന്നി. അപ്പോൾ ഇതെല്ലാം ഇഷ്ടവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. തീർന്നില്ല. യോഹന്നാൻ 6:38 കർത്താവ് തന്നെ കുറിച്ച് തന്നെ എന്താണ് പറയുന്നത്? ഞാൻ എൻ്റെ ഇഷ്ടമല്ല. എടുത്തുകളൊന്ന് വായിച്ചോ. യോഹന്നാൻ 6:38. ഇത് കർത്താവിൻ്റെ വാക്കുകളാണ്. വ്യക്തമായിട്ട് കർത്താവ് പറഞ്ഞു. ഈ ഭൂമിയിലായിരുന്നപ്പോഴും പറഞ്ഞു, ഞാൻ എൻ്റെ ഇഷ്ടം ചെയ്യാനല്ല വന്നേക്കുന്നത്, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം, പിതാവിൻ്റെ ഇഷ്ടം, അത് ചെയ്യുവാനത്രേ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നത്. അങ്ങനെയാണോ കർത്താവ് ജീവിച്ചത്? തീർച്ചയായും. അതിൻ്റെ ക്ലൈമാക്സ് ആണ്, അതിൻ്റെ ഉച്ചകോടിയാണ് മത്തായി 26:39 ഗത്ശമന തോട്ടത്തിൽ നാം കാണുന്നത്. അവിടെ കർത്താവ് പ്രാർത്ഥിച്ച്, പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണം, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. നോക്കുക, മരണത്തെ മുഖാമുഖം കണ്ടപ്പോഴും അത് തന്നെയാണ് പറയുന്നത്. ഈ ഭൂമിയിലെ ഓരോ ദിവസവും കർത്താവ് ചെയ്ത എല്ലാ കാര്യങ്ങളും പിതാവിൻ്റെ ഇഷ്ടത്തിൻ്റെ നിറവേറ്റൽ ആയിരുന്നു, നിറവേറലായിരുന്നു. ഒടുവിൽ മരണത്തെ മുഖാമുഖം കണ്ടപ്പോഴും പറയുന്നത്, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ. അപ്പോൾ കർത്താവ് അങ്ങനെയാണ് 100% ജീവിച്ചത്. ഇനി അത് വിശദീകരിക്കാൻ പല കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഇനി വാക്യവിലകൾ വെച്ചാൽ അതിൻ്റെ ആശയം ഞാനത് പറയാം. കർത്താവ് ഈ ഭൂമിയിൽ ജനിച്ചു. എൻ്റെ ചോദ്യം, എവിടെ ജനിക്കും? ഏത് കുടുംബത്തിൽ ജനിക്കും? തൻ്റെ മാതാവാരായിരിക്കും, അല്ലെ വളർത്തുപിതാവ് ആരായിരിക്കും? ഇതൊക്കെ കർത്താവിന് അറിയാമായിരുന്നു. ജനിക്കുന്നതിന് മുമ്പ് അറിയാമായിരുന്നു. വാസ്തവത്തിൽ ജനിക്കുന്നതിന് മുമ്പേ ഇതെല്ലാം അറിയാമായിരുന്ന ഏക വ്യക്തി കർത്താവാണ്. നമ്മുടെ കാര്യം എടുക്കുക, നമുക്കറിയാമായിരുന്നു ജനിക്കുന്നതിന് മുമ്പ്. ജനിച്ചിട്ട് തന്നെ എത്രയോ നാൾ കഴിഞ്ഞിട്ടാണ് അതൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞല്ലേ, അല്ലേ? ജനിച്ചിട്ട് തന്നെ എത്രയോ നാൾ കഴിഞ്ഞ് വിദ്യാഭ്യാസം കിട്ടിയപ്പോഴാണ് നമ്മൾ ഇന്ന സ്ഥലത്താണ് എന്നൊക്കെ തിരിച്ചറിയുന്നല്ലേ. അതാണ് നമ്മുടെ കാര്യം. ഇനി എൻ്റെ ചോദ്യം, കർത്താവിന് ഇതെല്ലാം അറിയാമായിരുന്നല്ലോ, പിന്നെ എന്തിനാണ് ഈ നസ്രയത്തിലെ അഡ്രസ് ഇല്ലാത്ത മറിയയുടെ കുടുംബത്തിൽ, ഒരു ദരിദ്ര കുടുംബത്തിൽ വന്ന് ജനിച്ചത്? ആ ചോദ്യം അവിടെ നിൽക്കട്ടെ. ഇനി നമ്മൾ ചിന്തിക്കുക, നമുക്കാർക്കെങ്കിലും ഈ ഭൂമിയിലെ ജീവിതം കഴിഞ്ഞ്, നമ്മൾ പുനർജന്മത്തിലൊന്നും വിശ്വസിക്കുന്നില്ല, സ്വർഗ്ഗത്തിൽ ചെല്ലുമ്പോൾ കർത്താവ് പറയുകയാണ്, ഒരു ചാൻസ് തരാൻ പോവുകയാണ്, തിരിച്ച് ഭൂമിയിലേക്ക് വിടുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ജനിക്കാം, ഇഷ്ടമുള്ള മാതാപിതാക്കളെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം എന്ന് പറഞ്ഞ്, ഇഷ്ടമുള്ള രാജ്യം, ഇതൊക്കെ പറഞ്ഞ് നമ്മളെ ഇങ്ങോട്ട് വിട്ടാൽ, അങ്ങനെ ചാൻസ് ഉണ്ടെങ്കിൽ എൻ്റെ ചോദ്യം, നിങ്ങൾ ഏതായിരിക്കും തിരഞ്ഞെടുക്കുന്നത്? നിങ്ങൾ എത്ര പേര് ഇന്ത്യയിൽ ജനിക്കാൻ ആഗ്രഹിക്കും? ആരെങ്കിലും ആഗ്രഹിക്കുമോ?
ഉം. ഒരാൾ ഒരാൾ മാത്രം കൈ നോക്കി. എനിക്ക് തോന്നുന്നു വെല്ലം നിവർത്തിയോണ്ട് ഇന്ത്യ എനിക്ക് എത്തത്തില്ല അല്ലേ? നമ്മളെല്ലാം ഒരു കർത്താവ് എന്നാൽ എനിക്ക് അമേരിക്ക തന്നെ മതി. ഇപ്പോൾ അമേരിക്കൻ വിസയ്ക്ക് വേണ്ടി ക്യൂ നിൽക്കുക. ഇനി വിസ വേണ്ടല്ലോ അല്ലേ? ഏത് കുടുംബത്തിൽ ജനിക്കണം എന്ന് ചോദിച്ചാൽ എന്തോ ഉത്തരം പറയും? ഏത് കുടുംബത്തിൽ ജനിക്കണം? വല്ല നിവൃത്തിയുണ്ട് എലോൺ മസ്കിൻ്റെയോ ബിൽ ഗേറ്റ്സിൻ്റെയോ കുടുംബത്തിൽ ജനിക്കണം. അല്ല, ഇന്ത്യയിലാണെങ്കിൽ അംബാനിയുടെ കുടുംബത്തിൽ തന്നെ ജനിക്കണം അല്ലേ? നമ്മൾ അങ്ങനെ പറയത്തുള്ളൂ. വെറുതെ അല്ല കർത്താവ് നമുക്ക് ചാൻസ് തരാത്ത. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായി. ഇത് ഇത്രയും സ്വാതന്ത്ര്യമുണ്ട് കർത്താവിന് ഏത് കുടുംബത്തിൽ വേണം ജനിക്കാമായിരുന്നു. യെരുശലേമിൽ തന്നെ ധനികരായിട്ടുള്ള എത്രയോ പേരുണ്ടായിരുന്നു. അവിടെ ഒന്നും ജനിക്കാതെ എന്തിനാണ് ഈ മറിയയുടെ മകനായിട്ട് ജനിച്ചത്? അല്ലെ തച്ചൻ്റെ മകനൊക്കെ ആൾക്കാർ അധിക്ഷേപിച്ചില്ലേ? എന്ത് കഷ്ടപ്പെട്ടു അല്ലേ? ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷെ താൻ മനഃപൂർവ്വം ചെയ്തതാണ്. തന്നെ തന്നെ പ്രസാദിപ്പിക്കുക എന്നുള്ളതല്ല, എല്ലാം പിതാവിൻ്റെ ഇഷ്ടവും മനുഷ്യൻ്റെ നന്മയും. ഇതായിരുന്നു കർത്താവിൻ്റെ മോട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അല്ലെന്നാൽ നമ്മൾ ചെയ്യുന്ന മിക്കവാറും എല്ലാ കാര്യങ്ങളും നമ്മളെ പ്രസാദിപ്പിക്കാൻ വേണ്ടി, നമ്മുടെ ആഗ്രഹങ്ങൾ. ഒരു തീരുമാനമെടുത്താൽ തന്നെ നാം ചോദിക്കുന്ന ചോദ്യം എന്താണ്? ഇതുകൊണ്ട് എനിക്കെന്ത് പ്രയോജനം അല്ലേ? അങ്ങനെ നമ്മൾ ചോദിക്കത്തുള്ളൂ. എല്ലാം പൂർണ്ണമായിട്ട് തെറ്റാണ് ഞാൻ പറയില്ല, ചോദിക്കുന്ന ആ ചോദ്യം. എന്നാൽ ഇതുകൊണ്ട് കർത്താവിന് എന്ത് പ്രയോജനം നമ്മൾ ചോദിക്കാറുണ്ട്? കർത്താവിൻ്റെ നാമം മഹത്വപ്പെടും, അതാണ് ചോദിക്കേണ്ടത്. ഉദാഹരണങ്ങൾ പറയാൻ പലതുണ്ട്. ജയിൽ ഇവാഞ്ചലിസം ഇന്റർനാഷണൽ, പേരങ്ങ് പറഞ്ഞത് സ്ഥാപിച്ച സ്ഥാപകനാരെന്ന് ഓർമ്മയുണ്ട്? ജയിൽ ഇവാഞ്ചലിസത്തിൻ്റെ സ്ഥാപകൻ റിച്ചാർഡ് നിക്സന്റെ ആ ക്യാബിനറ്റിലുണ്ടായിരുന്ന ഒരാളാണ്. പ്രസിദ്ധനായ ഒരാൾ. ഞാൻ ജസ്റ്റ് അങ്ങ് വിട്ടുപോയി. അദ്ദേഹം റിച്ചാർഡ് നിക്സൺ കേട്ടിട്ടുണ്ടോ? പഴയ കാലത്ത് ഒരു അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നു. അന്നൊരു സ്കാൻഡലൊക്കെ ഉണ്ടായി. ഇദ്ദേഹം പിടിക്കപ്പെട്ടു, കുറച്ച് നാളൊക്കെ ജയിലിൽ കിടന്നു. പിന്നെ എന്നാൽ ജയിലിൽ കിടന്നത് എനിക്ക് ഉപകാരമായി. ആ സമയത്താണ് താൻ രക്ഷിക്കപ്പെടുന്നത്. റിച്ചാർഡ് നിക്സന്റെ ക്യാബിനറ്റിലുണ്ടായിരുന്ന ആളാണ്. അപ്പോൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു. 7 മാസം കഴിഞ്ഞ് പുറത്തു വന്നപ്പോൾ പിന്നെ താൻ ഈ രാഷ്ട്രീയത്തിലേക്ക് പോയില്ല. താൻ അതൊക്കെ ഉപേക്ഷിച്ചിട്ട് കർത്താവിന് വേണ്ടി ജീവിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ എന്ത് മിനിസ്ട്രിയാണ് ചെയ്യേണ്ടത് അല്ലേ? സുവിശേഷന്മാർക്കെല്ലാം ഉള്ള ഒരു ചോദ്യമാണ്. പല മിനിസ്ട്രീസ് ഉണ്ട്, ഏത് തിരഞ്ഞെടുക്കണം? അപ്പോൾ താൻ വളരെ പ്രാർത്ഥിച്ച് താനാണ് വാസ്തവത്തിൽ ഈ ജയിലിലെ സുവിശേഷീകരണം ആരംഭിച്ചത്. ജയിൽ ഇവാഞ്ചലിസം ആരംഭിച്ചത്. ഇന്ന് അത് ഇന്ത്യയിലുണ്ട്, ലോകം മുഴുവനുണ്ട്. വലിയൊരു സ്റ്റാറ്റസ് ഉള്ളൊരു പ്രസ്ഥാനമാണ് ജയിൽ പ്രിസൺ ഫെലോഷിപ്പ് ഓഫ് ഇന്ത്യ. ചാൾസ് കോൾസൺ അദ്ദേഹത്തിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇന്നത് വളരെ പ്രസിദ്ധമായി. 70-കൾ 76-ലാണ് ആരംഭിക്കുന്നത്. അന്ന് ഇത് ആരംഭിച്ചപ്പോൾ കുറച്ചാൾ കഴിഞ്ഞപ്പോൾ ആരോ അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്ത് ചോദിച്ചു, സർ ചാൾസ് കോൾസൺ, താങ്കൾ വളരെ ബുദ്ധിമാനാണ്, പണമുണ്ട്, സ്വാധീനമുണ്ട്, പ്രസിദ്ധനാണ്. താങ്കൾക്ക് ഈ ജയിലിലെ സുവിശേഷം വേറെ ഏതെങ്കിലും ഒരു പ്രവർത്തനം ആരംഭിച്ചുകൂടായിരുന്നു? ബില്ലി ഗ്രഹാമിൻ്റെ ക്രൂസൈഡൊക്കെ ഉണ്ടല്ലോ, അതുപോലത്തെ വലിയൊരു ക്രൂസൈഡ് മിനിസ്റ്റർ ആകാറുണ്ടല്ലോ. അതെന്താണ് അങ്ങനെ ചെയ്യാതിരുന്നത്? അതൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടെ നമ്മുടെ നിലയിൽ പറയുകയാണ്. ശരിയല്ലെങ്കിൽ നമ്മൾ പറയുകയാണ്. നമ്മളും പറയും ഇത് കുറച്ച് സ്റ്റാറ്റസ് ഒക്കെ ഉള്ളൊരു മിനിസ്ട്രിയാണ് അല്ലേ? ഈ ജയിലിൽ പോയി ജയിൽ പുള്ളിയോട് സുവിശേഷം പറഞ്ഞു വെച്ചാൽ അതിനകത്തൊരു വലിയൊരു എന്താ പറയുക, നമ്മുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു മാന്യതയൊന്നുമില്ല. താങ്കളെ പോലെ ഇത്രയും പ്രസിദ്ധനായ കഴിവുള്ള ഒരാള് എന്തിനാണ് ഇങ്ങനൊരു പ്രവർത്തനം ആരംഭിച്ചത്? അപ്പോൾ താൻ അധികം ആലോചിച്ച് താൻ പറഞ്ഞു, ഇറ്റ് വാസ് ഗോഡ്സ് വിൽ ഫോർ മീ. എന്നെ സംബന്ധിച്ചുള്ള ദൈവഹിതം ഇതാണെന്ന് എനിക്ക് ഉറപ്പ്. അതുകൊണ്ടാണ് ഞാൻ ചെയ്തത്. എനിക്ക് മറ്റെന്തെങ്കിലും ചെയ്ത് പ്രസിദ്ധനാകാറുണ്ട്, അതിന് പ്രശ്നമൊന്നുമില്ല. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും എനിക്കുണ്ട്, പണവും ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ പ്രാർത്ഥിച്ച മനസ്സിൽ ഇതാണ് എന്നെക്കുറിച്ച് ആഗ്രഹം. കാരണം താൻ 7 മാസം ജയിലിൽ കിടന്ന അപ്പോൾ എനിക്ക് മനസ്സിലായി അനേകം ജയിൽ പുള്ളികളുണ്ട്, അവരും സുവിശേഷം കേൾക്കണ്ടേ, ആരാണ് ജയിലിൽ പോകുന്നത്? അപ്പോൾ അങ്ങനെയാണ് താൻ പ്രവർത്തനം. അതിനുശേഷം അനേകർ നമുക്കറിയാം, കേരളത്തിൽ തന്നെ എത്രയോ പേര് ജയിലിൽ നിന്നൊക്കെ രക്ഷിക്കപ്പെട്ട് വന്നു അല്ലേ? മദ്രാസിലെ മോൻ ഉൾപ്പെടെ എത്ര പേര് പിന്നെ ജയിലിൽ രക്ഷിക്കപ്പെട്ട് വന്നു. അപ്പോൾ ആ ഒരു പ്രവർത്തനം ആരംഭിച്ച ചാൾസ് കോൾസൺ. പക്ഷെ പറഞ്ഞ ഉത്തരം ഇതാണ്, ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള ഹിതം ഇതാണെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാനത് ചെയ്യും. നമുക്കെല്ലാം അത് പറയാൻ കഴിയും. ഞാൻ 1998-ലാണ് ജോലി രാജിവെക്കുന്നത്. ഞാനന്ന് രാജിവെക്കുന്ന സമയത്ത് എനിക്ക് കേരളത്തിലെ പല എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ 16 വർഷത്തെ സർവീസ് എനിക്കുണ്ടായിരുന്നു. 16 വർഷത്തെ സർവീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് പലരും എന്നോട് പറഞ്ഞൊരു 4 വർഷം കൂടെ എങ്ങനെയെങ്കിലും പ്രവർത്തിക്കാൻ ജോലി ചെയ്യണം. അത് കേട്ടാൽ രാജിവെച്ചു. കാരണം നമ്മുടെ ഇടയിൽ പലരും ഈ ജോലി രാജിവെച്ചു എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങുന്നവരൊക്കെ എല്ലാം ഫുൾ പെൻഷൻ വാങ്ങിച്ചുകൊണ്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ വോളണ്ടറി റിട്ടയർമെൻറ്റ് എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങാമല്ലോ. പിന്നെ മാസിക കൊടുക്കുമ്പോൾ രാജിവെച്ചു എന്നാണ് പറയുന്നത്.
അവിടെ 4 വർഷം കൂടെ എങ്ങനെയും പ്രവർത്തിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഈ അനുസരണം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അറിയാം. ഞാൻ പിന്നെ അത് വിശദീകരിക്കും. എന്താണ് ഈ അനുസരണം എന്ന് വെച്ചാൽ അറിയാം. അനുസരണം എന്ന് പറഞ്ഞാൽ ദൈവം പറയുന്ന കാര്യങ്ങൾ ദൈവം പറയുന്ന സമയത്ത് ദൈവം പറയുന്ന രീതിയിൽ ചെയ്യുന്നതാണ് അനുസരണം. എനിക്കതിൻ്റെ അർത്ഥം അറിയാം. കർത്താവ് എന്നോട് ഇന്ന് രാജിവെക്കാൻ പറഞ്ഞാൽ, കർത്താവ് വെയിറ്റ്, ഞാനൊരു 4 വർഷം കൂടെ കഴിഞ്ഞ് രാജിവെക്കാമെന്ന് പറയാൻ എനിക്ക് അവകാശമില്ല. അത് അനുസരണക്കേടാണ്. ഡിലേഡ് ഒബീഡിയൻസ് ഈസ് ഡിസൊബീഡിയൻസ് എന്ന് ചൊല്ലുണ്ട്. താമസിച്ചുള്ള അനുസരണം അനുസരണക്കേടാണ്. അതുകൊണ്ടാണ് അന്ന് തന്നെ ഞാൻ രാജിവെച്ചത്. സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കുക എന്ന് രാജിവെച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു റിഗ്രറ്റുമില്ല, ഒരു ദുഃഖവുമില്ല, സന്തോഷം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇത്രയും വർഷങ്ങൾ, കഴിഞ്ഞ 26-27 വർഷങ്ങൾ കർത്താവിന് വേണ്ടി ഒരളവ് വരെ പ്രവർത്തിക്കാൻ സാധിച്ചു. ഓക്കെ, ഏത് സമയത്തും രാജിവെക്കാം. റിട്ടയർ ചെയ്തതിന് ശേഷം പ്രവർത്തിക്കുന്നവരുള്ള ദൈവത്തിൻ്റെ ഹിതം, ഓരോരുത്തരെക്കുറിച്ചുള്ള ദൈവഹിതം വ്യത്യസ്തമാണ്. ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞതേ ഉള്ളൂ, റൂളൊന്നുമല്ല. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഓരോരുത്തരും അത് ഉറപ്പാക്കണം, എന്താണ് അവരെക്കുറിച്ചുള്ള ദൈവഹിതം. മനുഷ്യൻ്റെ ദൃഷ്ടിയിൽ ചിലത് ലാഭകരമാണ്, ചിലത് നഷ്ടമാണ്. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, ഒരു യുവ ഡോക്ടറെ കുറിച്ച് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലേ, തൻ്റെ കിഡ്നി കൊടുത്തത്. ലോകപ്രകാരം ചിന്തിച്ചാൽ താൻ ബുദ്ധിമോശമാണ് കാണിച്ചത് അല്ലേ. 32 വയസ്സുള്ള ഒരു ഡോക്ടർ തൻ്റെ കിഡ്നി എടുത്ത് 72 വയസ്സുള്ള അമ്മയ്ക്ക് കൊടുത്തു. ലോകപ്രകാരം ചിന്തിച്ചാൽ അത് ബുദ്ധിമോശമാണ്. പക്ഷെ അദ്ദേഹം എന്താണ് പറഞ്ഞത്? അത് ശരിയാണ്. എന്തുകൊണ്ട്? ഞാൻ സ്നേഹത്തിൽ ചെയ്തതാണ്. അപ്പോൾ ദൈവത്തോടുള്ള സ്നേഹത്തിൽ ചെയ്യുമ്പോൾ ലോകപ്രകാരം ഭോഷത്വം എന്ന് തോന്നുന്ന പലതും ശരിയാണ്. അതാണ് ശരിയായിട്ടുള്ള യുക്തിപരമായ തീരുമാനം. ഓക്കെ, ഇടയ്ക്ക് ഞാൻ പറഞ്ഞതാണ്. ഇവിടെ പറഞ്ഞു താല്പര്യം, കർത്താവ് തന്നെ പ്രസാദിപ്പിച്ചില്ല, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു. എന്നിട്ട് അതിൻ്റെ 4-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, നിന്നെ നിന്ദിച്ചവിടെ നിന്ന് എൻ്റെ മേൽ വീണു. അത് വേണമെങ്കിൽ ബൈബിളിൽ തന്നെ റെഫറൻസ് ചെയ്താൽ കുഴപ്പമില്ല. 69-ാം സംഘത്തിന് 9-ാം വാക്യമാണ്. 69-ാം സംഘത്തിന് 9-ാം വാക്യമാണ് അവിടെ പൗലോസ് ഉദ്ധരിച്ചിരിക്കുന്നത്. നിന്നെ നിന്ദിച്ചവരുടെ നിന്ന് എൻ്റെ മേൽ വീണു. വാസ്തവത്തിന് ശരിയായ അർത്ഥം എന്താണെന്ന് അറിയാമോ? നിന്നെ നിന്ദിച്ചവരുടെ നിന്ന. ആ നിന്നെ, ആദ്യത്തെ നിന്നെ എന്ന് പറഞ്ഞാൽ ആരാന്നറിയാമോ? ആരാ പറഞ്ഞു? ദൈവത്തെ നിന്ദിച്ച, അതാ ഉദ്ദേശിക്കുന്നത്. പിതാവിനെ നിന്ദിച്ചവിടെ നിന്ന് പുത്രൻ്റെ മേൽ വീണു. ആ നിന്നെല്ലാം പുത്രനെ ഏറ്റു എന്നാണ് എൻ്റെ അർത്ഥം. നിന്നെ നിന്ദിച്ചവിടെ നിന്ന് എൻ്റെ മേൽ വീണു. അപ്പോൾ അങ്ങനെ തന്നെ പ്രസാദിപ്പിക്കാതെ ആ നിന്നെല്ലാം ഏറ്റ കർത്താവാണ് നമുക്ക് മാതൃക. നോട്ട്സിലേക്ക് വരാം, ഞാൻ ഒന്നുകൂടെ വായിക്കാം. ക്രിസ്തു തന്നെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ജീവിച്ചില്ല, മറിച്ച് നമുക്ക് വേണ്ടി അപമാനങ്ങളും കഷ്ടപ്പാടുകളും മനസ്സോടെ സ്വീകരിച്ചു, മറ്റുള്ളവരെ സേവിച്ചു. അതിനാൽ വിശ്വാസികൾ മറ്റുള്ളവർക്ക് മുൻഗണന നൽകുകയും, അവിടെ വേണമെങ്കിൽ റോമർ 12:10 കൂടെ എഴുതിക്കും, ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠൻ എന്ന് എണ്ണണമെന്ന് റോമർ 12:10 ബി എന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന 2-ാം ഭാഗം റോമർ 12:10 നാം വായിക്കുന്നുണ്ട്. മറ്റുള്ളവർക്ക് മുൻഗണന നൽകുകയും അവരുടെ ആത്മീയ നന്മയ്ക്കായി ചില ത്യാഗങ്ങൾ സഹിക്കാൻ തയ്യാറാകുകയും വേണം. ആത്മീയ നന്മയ്ക്കായി ചില ത്യാഗങ്ങൾ സഹിക്കാൻ തയ്യാറാകുകയും വേണം. അപ്പോൾ അങ്ങനെയാണ് കർത്താവിൻ്റെ നിസ്വാർത്ഥ മാതൃക. കർത്താവിനെ പോലെ ആകാൻ നമുക്കാർക്കും പറ്റത്തില്ല, സമ്മതിച്ചു. പക്ഷേ ഒരു ചെറിയ അളവിലെങ്കിലും ഇതൊക്കെ അനുകരിക്കാൻ നമുക്ക് കഴിയണം. കഴിഞ്ഞെങ്കിൽ മാത്രമേ ക്രിസ്തുവിൻ്റെ അനുകാരി നമുക്ക് നമ്മെക്കുറിച്ച് പറയാൻ കഴിയുന്നു. പലപ്പോഴും ഈ ആൾക്കാർ പറയാറുണ്ട്, ഈ സഭയിൽ നമ്മൾ പൊളിറ്റിക്സ് കയറിയിരിക്കുക. ഇത് പൊളിറ്റിക്സ് എന്ന് വെച്ചാൽ നല്ല അർത്ഥത്തിലല്ല ആ വാക്ക് ഉപയോഗിക്കുന്നത്, അറിയാമല്ലോ, തെറ്റായ അർത്ഥത്തിലാണ്. പൊളിറ്റിക്സ് നല്ല വാക്കാണ്, പക്ഷെ ഇന്നത് തെറ്റായ അർത്ഥത്തിൽ പലരും ഉപയോഗിക്കാന്ന് വെച്ചാൽ സ്വാർത്ഥ ലാഭം. അതാണ് പൊളിറ്റിക്സിൻ്റെ അർത്ഥം. സഭയിലായാലും സമൂഹത്തിലായാലും രാഷ്ട്രീയത്തിലായാലും എല്ലാവർക്കും അവരവരുടെ നേട്ടം, എല്ലാവരും അവരവർക്ക് വേണ്ടി അങ്ങ് ജീവിക്കുക. മറ്റുള്ളവരെ അതെങ്ങനെ ബാധിക്കും, പൊതുജനത്തെ എങ്ങനെ ബാധിക്കും, ഇതൊന്നും ആർക്കും ഒരു ചിന്തയില്ല. അപ്പോൾ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്യുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. എന്നാൽ കർത്താവ് നേരെ തിരിച്ചായിരുന്നു. താൻ തനിക്ക് വേണ്ടി തന്നെ ജീവിച്ചില്ല. മർക്കോസ് 10:45 കുറിക്കുക. അവിടെ നാം എന്താണ് വായിക്കുന്നത്? മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, പിന്നെയോ ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്നെ ജീവനെ മറുവിലയെ കൊടുക്കാനും അത്രയും വന്നത്. അതാണ് കർത്താവിൻ്റെ മാതൃക എന്ന് പറയുന്നത്. അതാണ് ചില ത്യാഗങ്ങൾ. അവിടെ മർക്കോസ് 10:45 കൂടെ കുറിക്കുക. അടുത്ത ചോദ്യം, 3-ാമത്തേത് 10-ാമത്തെ പേജാണ്. ക്രിസ്തീയ ജീവിതത്തിൽ തിരുവെഴുത്തുകളുടെ മൂല്യം എന്താണ്, അല്ലെങ്കിൽ തിരുവെഴുത്തുകൾ എന്തിനു വേണ്ടിയാണ് തന്നിരിക്കുന്നത്? അതിൻ്റെ ഒരു ചെറിയ ഉത്തരം ഈ വാക്യത്തിലുണ്ട്. കൂടുതൽ വിശദമായ ഉത്തരം ഉണ്ട്, വേറെ ഉണ്ട്. ഏതാണ്? 2 തിമോഥെയോസ് 3:16-17. എല്ലാ തിരുവെഴുത്തും ദൈവശാസ്യമാകിയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും പ്രാപിച്ചു തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസ്ത്രത്തിനും കുടിയേറ്റത്തിനും നീതിരഭ്യാസത്തിനും. വലിയ ഡീറ്റെയിൽ ഉത്തരം അവിടെ വരുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു ചെറിയ ഉത്തരം പറയുന്നുണ്ട്. 4-ാം വാക്യം ഒന്ന് വായിച്ച്, എന്തിനു വേണ്ടിയാണ് തിരുവെഴുത്തുകൾ തന്നിരിക്കുന്നത്?
എഴുതിയിരിക്കുന്നത്. ഇവിടെ പറഞ്ഞേക്കുന്നത് പഴയ നിയമ തിരുവഴുത്തുകളെ കുറിച്ചാണ്, അതിൻ്റെ പർപ്പസാണ്. രണ്ട് തിമോഥെയോസിൽ പറയുന്നത് മുഴുവൻ വേദപുസ്തകത്തെ കുറിച്ചാണ്. ഇത് പഴയ നിയമം എന്തിനാണ് ഈ പഴയ നിയമത്തിലെ ഈ തിരുവഴുത്ത് നമുക്ക് തന്നിരിക്കുന്നത്? നമുക്കറിയാം, നമ്മളാരും പഴയ നിയമ യുഗത്തിൽ ജീവിക്കുന്നവരല്ല, അല്ലേ? ഈ യുഗത്തിൻ്റെ പേരെന്താണ്? കൃപായുഗം അല്ലെങ്കിൽ സഭായുഗം. നാം ന്യായപ്രമാണത്തിന് കീഴുള്ളവരല്ല എന്ന് റോമർ 6:14 പൗലോസ് വ്യക്തമായിട്ട് എഴുതി. പിന്നെ എന്തിനാണ് നമ്മൾ ഈ പഴയ നിയമം വായിക്കുന്നത്? പഴയ നിയമം വായിക്കേണ്ട ആവശ്യമുണ്ടോ? പഴയ നിയമം വായിക്കേണ്ട എന്നൊക്കെ പഠിപ്പിക്കുന്നവരുണ്ട്, വിശ്വാസികൾ തന്നെ. പിന്നെ എന്തിനാണ് ഇതൊക്കെ വായിക്കുന്നത്? അത് നേരിലാണ് പൊരുളാണ് ഒരർത്ഥം. ഈ പഴയ നിയമത്തിലെ ചരിത്രം വായിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ അഭിപ്രായത്തിൽ ഇത് ഈ പഴയ നിയമത്തെ ഒരു ട്രാഫിക് സിഗ്നലിനോട് അല്ലെ സൈനിനോടൊക്കെ ഉപമിച്ച് പറയാൻ സാധിക്കും. ട്രാഫിക് സിഗ്നൽസ് ഉണ്ട്, അല്ലെ ട്രാഫിക് വിളക്കുകൾ, അല്ലെ ട്രാഫിക് ലൈറ്റ്സ് ഉണ്ട്. അതുപോലെയാണ് ഈ പഴയ നിയമം. എന്തിനാണ് ഈ ട്രാഫിക് സിഗ്നൽസ് ഒക്കെ വെച്ചിരിക്കുന്നത്? അപകടം കൂടാതെ നമ്മൾ യാത്ര ചെയ്യാൻ വേണ്ടി. അപ്പോൾ പഴയ നിയമ കാലത്ത് ജീവിച്ചിരുന്ന ആളുകളുടെ ജീവിതം അതുപോലെ തന്നെ രേഖയാക്കിയിട്ടുണ്ട്. വാസ്തവത്തിൽ ബൈബിൾ ദൈവത്തിൻ്റെ പുസ്തകമാണെന്നുള്ളതിൻ്റെ ഒരു വലിയ തെളിവാണ് പഴയ നിയമത്തിലെ ജീവചരിത്രങ്ങൾ, അല്ലേ? എങ്ങനെ അറിയാം? ഉള്ളതുപോലെ എഴുതിയിട്ടുണ്ട്, അല്ലേ? ഒന്നും കൂട്ടിച്ചേർത്തിട്ടില്ല, കുറച്ചിട്ടുമില്ല. അബ്രഹാം എത്രയോ മഹാനാണല്ലേ? അബ്രഹാം മഹാനാണ്. പക്ഷെ അബ്രഹാം കള്ളം പറഞ്ഞത് എഴുതി വെച്ചിട്ടുണ്ട്. അബ്രഹാമിൻ്റെ ജീവിതത്തിലെ വീഴ്ചകൾ എഴുതിയിട്ടുണ്ട്. ദാവീദ് മഹാനല്ലേ? തീർച്ചയായും ദാവീദ് പുത്രനായിട്ടാണ് കർത്താവ് വന്നത്. എങ്കിലും ദാവീദിന്റെ ജീവിതത്തിൽ ഒരു വീഴ്ച വന്നപ്പോൾ അത് ഒളിച്ചു വെച്ചില്ല, അതും എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് ഈ ബൈബിളിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഉള്ള കാര്യങ്ങൾ ഉള്ളതുപോലെ. ഈ അത് മനസ്സിലാക്കാൻ വേണ്ടി ചരിത്രം പെട്ടെന്ന് മനസ്സിൽ വരുന്നത്, ഈ 16-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു, ഒലിവർ ക്രോംവെൽ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. ഒലിവർ ക്രോംവെൽ. ഈ സോഷ്യൽ സ്റ്റഡീസിലൊക്കെ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഈ അവിടുത്തെ ഇന്നത്തെ ഡെമോക്രസി, ഇന്നിപ്പോൾ ഡെമോക്രസി ആണല്ലോ, ജനാധിപത്യം, ഇന്നലെ ഞാൻ പറഞ്ഞു. അത് വരുന്നതിനും രാജഭരണത്തിനും ജനാധിപത്യത്തിനും ഇടയ്ക്കുള്ള ഒരു ചെറിയ കാലയളവുണ്ടായിരുന്നു. അന്ന് ഭരിച്ചൊരു വ്യക്തിയാണ് ഒലിവർ ക്രോംവെൽ. വിശ്വാസിയായിരുന്നു. അന്നത്തെ പ്യൂരിറ്റൻസ് ഉണ്ടല്ലോ, അത് വലിയ ഭക്തരായ മനുഷ്യനാണ്. അദ്ദേഹമാണ് ഭരണാധികാരിയായത്. സത്യസന്ധതയ്ക്ക് പേര് കേട്ട ആളാണ്. അങ്ങനെയുള്ള ഭരണാധികാരികൾ ചുരുക്കമാണല്ലേ. സത്യസന്ധതയ്ക്ക് പേര് കേട്ട ആളാണ്. 16-ാം നൂറ്റാണ്ട്, 17-ാം നൂറ്റാണ്ട്. അപ്പോൾ ഒരു ദിവസം ഒരു ചിത്രകാരൻ ഈ ഒലിവർ ക്രോംവെലിനെ കാണാൻ വേണ്ടി ചെന്നു. ചിത്രകാരൻ, അക്കാലത്ത് ഇന്നത്തെ പോലെ ഈ ഫോട്ടോഗ്രാഫി സ്റ്റുഡിയോ ഒന്നുമില്ല. അപ്പോൾ എന്നാൽ ഈ മഹാന്മാരുടെയൊക്കെ ചിത്രങ്ങൾ വരയ്ക്കുന്ന ചിത്രകാരന്മാരുണ്ടായിരുന്നു. അപ്പോൾ ഒരു ചിത്രകാരൻ ചെന്ന് ഒലിവർ ക്രോംവെലിനെ കണ്ടു പറഞ്ഞു, സാർ, എനിക്ക് താങ്കളുടെ ഒരു ചിത്രം വരയ്ക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി താങ്കൾ എനിക്ക് വേണ്ടി ഒരു 2-3 ദിവസം തരണം. നമുക്ക് ഓർമ്മ വേണം, ഇന്ന് സ്റ്റുഡിയോയിൽ ചെന്നൊരു ഫോട്ടോ എടുക്കാൻ 5 മിനിറ്റ് പോലും വേണ്ട, അല്ലേ? അതിന് മുമ്പ് ഫോട്ടോ എടുക്കണം. അക്കാലത്ത് ഒരു ചിത്രം വയ്ക്കുന്ന എളുപ്പമല്ല. ഈ ചിത്രം, ആരുടെ ചിത്രം വയ്ക്കുന്ന ആ വ്യക്തി അനങ്ങാതൊരു കസേര ഇരിക്കണം. ഈ ചിത്രകാരൻ നോക്കും, വരയ്ക്കും. ഇങ്ങനെ വലിയൊരു പ്രൊസീജിയറാണ്. ചിലപ്പോൾ ചില ആഴ്ചകൾ തന്നെ എടുക്കും. കാരണം ഒരു ദിവസം അത്രയും മണിക്കൂറിൽ ഇരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വേണ്ടി കുറച്ച് ദിവസങ്ങൾ തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഒലിവർ ക്രോംവെൽ ഒരു മറുപടി പറഞ്ഞു. അത് പറയാനായിട്ട് പറയുന്നത്, അദ്ദേഹം പറഞ്ഞു, ഞാൻ അങ്ങനെ അനുവദിക്കാം, സമയം തരാം. പക്ഷെ എനിക്കൊരു വ്യവസ്ഥയുണ്ട്. നിങ്ങൾ എൻ്റെ ചിത്രം വരയ്ക്കുമ്പോൾ എന്നെ കണ്ടാൽ എങ്ങനെ ഇരിക്കുന്നുവോ അതുപോലെ തന്നെ വരയ്ക്കണം. എന്നെ കണ്ടാൽ എങ്ങനെ ഇരിക്കുന്നുവോ അതുപോലെ തന്നെ വരയ്ക്കണം. ഓക്കെ, അത് കേട്ടാൽ വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഒരു വാചകം ചേർത്ത് പറഞ്ഞു, എൻ്റെ മുഖത്ത് ചില വടുക്കളും പാടുകളും ഒക്കെ ഉണ്ട്. എൻ്റെ മുഖം നിങ്ങൾ ഉദ്ദേശിക്കുന്ന അത്ര വലിയ സൗന്ദര്യമുള്ള മുഖമൊന്നുമല്ല. എൻ്റെ ചിത്രം വരയ്ക്കുമ്പോൾ എൻ്റെ മുഖത്തെ ഒരു വടുവോ പാടോ ഒന്നും വിട്ട് കളയരുത്. പെയിൻറ്റ് മീ ആസ് ഐ ആം. ഞാൻ എങ്ങനെ ഇരിക്കുന്നു അതുപോലെ തന്നെ വരയ്ക്കണം. ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് വിട്ട് കളഞ്ഞാൽ താങ്കൾക്ക് ചില്ലിക്കാശ് തരത്തില്ല എന്ന് പറഞ്ഞു. ചിത്രം വരച്ചോ, പക്ഷെ എന്നെ കണ്ടാൽ എങ്ങനെ ഇരിക്കുന്നു അതുപോലെ ആയിരിക്കും ചിത്രത്തിൽ. അത് വിട്ട് കളഞ്ഞാൽ താങ്കൾക്ക് ഒരു പെരി പോലും തരികയില്ല. ഞാൻ ആ ചിത്രം വായിച്ചപ്പോൾ ആലോചിച്ചു, നമ്മൾ ആരെങ്കിലും എന്ത് പറയുമായിരുന്നു ചിത്രം വരയ്ക്കാൻ വരുന്ന ആളിനോട്? വല്ല നിവൃത്തി ഉണ്ടെങ്കിൽ എന്നെ കണ്ടാൽ എങ്ങനെ ഇരിക്കുന്നു അതുപോലെ ഇരിക്കരുതെന്നേ പറയത്തുള്ളല്ലേ. ഈ സ്റ്റുഡിയോയിലൊക്കെ ചിലപ്പോൾ നമ്മുടെയൊക്കെ ആഗ്രഹം അതല്ലേ. സ്റ്റുഡിയോയിലൊക്കെ ഈ ഫോട്ടോയ്ക്ക് എഡിറ്റിംഗ് ഉണ്ട്. എഡിറ്റിങ്ങും ഫിനിഷിംഗ് ടച്ചൊക്കെ നടത്തി അവർ ഫോട്ടോ തരത്തുള്ളൂ. ഇന്നിപ്പോൾ എല്ലാം ഈസിയായി. പണ്ട് കാലത്തും അങ്ങനെ. അത് തരാതെ ഒരു ഫോട്ടോ നമ്മൾ സ്വീകരിക്കും.
നമ്മൾ അങ്ങനെ ഇരുന്നാലും നമ്മുടെ ചിത്രം വരുമ്പോൾ നമുക്ക് മമ്മൂട്ടിയെ പോലെയും മോഹൻലാലിനെ പോലെയും മഞ്ജു വാര്യരെ പോലെയൊക്കെ ഇരിക്കണം. അതാണ് നമ്മുടെ ആഗ്രഹം, അല്ലേ? ഒലിവർ ക്രോംവെൽ പറഞ്ഞു, എന്നെ കണ്ടാൽ എങ്ങനെ ഇരിക്കണം അതുപോലെ തന്നെ വരയ്ക്കണം. അതാണ് സത്യസന്ധത. ഞാൻ ഉപമിച്ച് പറയട്ടെ, വേദപുസ്തകത്തിലെ ചരിത്രങ്ങളൊക്കെ ഈ ഒലിവർ ക്രോംവെൽ പറഞ്ഞ പോലെ കണ്ടാൽ എങ്ങനെ ഇരിക്കുന്നു അതുപോലെ തന്നെ ചെയ്തേക്കാം. ആരെയും വൈറ്റ് വാഷ് ചെയ്ത് പെയിന്റ് ചെയ്ത് സുന്ദരനാക്കാൻ ശ്രമിച്ചിട്ടില്ല. ആരെയും കരി തേച്ച് തേജോവധം ചെയ്യാൻ അതും ശ്രമിച്ചിട്ടില്ല. ഉള്ള കാര്യങ്ങൾ അതുപോലെ എഴുതിയിരിക്കുക. അതാണ് ബൈബിളിൻ്റെ പ്രതീകം. ബൈബിൾ ദൈവത്തിൻ്റെ വരവാണ്. ഏറ്റവും വലിയ അനേകം തെളിവുകളുണ്ട്. ഒരു ഇടയ്ക്കേറെ ഞാൻ പറഞ്ഞതാണ്, ഒരു തെളിവ് അതാണ്. ഉള്ള കാര്യങ്ങൾ അതുപോലെ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ മറ്റേ ഉദാഹരണത്തിലേക്ക് വരാം. എന്തിനാണ് തിരുവഴുത്ത് തന്നിരിക്കുന്നത്? ട്രാഫിക് സിഗ്നൽ പോലെയാണ്. ട്രാഫിക് സിഗ്നൽ എന്താണ് ചെയ്യുന്നത്? ഇവിടെ തന്നെ സിഗ്നൽ ഉണ്ടല്ലേ, എന്തൊക്കെയാണ് ഓർമ്മയുണ്ടോ? ലൈറ്റുകൾ ഏതൊക്കെയാണ്? ബോളിലേതാണ്? ബോളിതായിട്ട് പറഞ്ഞ് ഏറ്റവും മുകളിലല്ലേ ആണോ? റെഡ്. ഇടയ്ക്കാണ് യെല്ലോ അല്ലെ ആംബർ എന്ന് പറയും. താഴെ ഗ്രീൻ. ഓർത്തിരിക്കാൻ എളുപ്പമാണ്. ഇംഗ്ലീഷിൽ റാഗ് എന്ന് ഓർത്താൽ മതി. റെഡ്, ആംബർ, ഗ്രീൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഓരോ സിഗ്നലിനും ഓരോ കളറിനും അർത്ഥമുണ്ടല്ലേ. റെഡ് കണ്ടാൽ നിൽക്കണം. ഇടയ്ക്കത്തെ ആ കളറിൻ്റെ അർത്ഥം അറിയാമോ? അത് നമ്മൾ സാധനം മൈൻഡ് ചെയ്യാറുള്ളൊരു കളറുണ്ട്. അത് വെയിറ്റ് ചെയ്യാന്ന് അർത്ഥം. വെയിറ്റ് ആണ്, അല്പം ഒന്ന് വെയിറ്റ് ചെയ്യണം. റെഡ് കണ്ടാൽ ചാടി പോകരുത്, ഒന്ന് വെയിറ്റ് ചെയ്യണം. കാരണം മറ്റേ റൂട്ടിൽ കൂടെ ആൾക്കാർ പോയി തീരണമല്ലോ. പിന്നാണ് ഗ്രീൻ. തീർന്നു. ഇനി വേറെ ഉണ്ട് ട്രാഫിക് സിഗ്നൽ. ഇപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ ഈ ആക്സിഡൻറ്റ് പ്രോൺ കിലോമീറ്റർ, അപകട സാധ്യത കൂടിയ മേഖല, അങ്ങനെ കണ്ടിട്ടുണ്ടോ ബോർഡ്? ഇപ്പോൾ അധികം ഉണ്ടോ എനിക്കറിയത്തില്ല. മുമ്പൊക്കെ മിക്കവാറും കാണാമായിരുന്നു. ഗവൺമെൻറ്റിൻ്റെ നിയമം അനുസരിച്ച് ഒരു വർഷം ഒരു 3 അപകടങ്ങൾ ഏതാണ്ട് ഒരേ പ്രദേശത്ത് തന്നെ, അതാണ് കിലോമീറ്റർ, നടന്നാൽ ഉടനെ ബോർഡ് വെക്കും. ആ പ്രദേശത്തിന് എന്തോ പ്രശ്നമുണ്ട്. ആ റോഡിൻ്റെ പ്രശ്നം ആയിരിക്കത്തില്ല, ചിലപ്പം വളവ് കാണും, അതൊരു കാഴ്ച, ഡ്രൈവർക്ക് കാഴ്ച മുന്നോട്ട് കാണാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അങ്ങനെ ആക്സിഡൻറ്റ് പ്രോൺ കിലോമീറ്റർ. ഇനി എൻ്റെ ചോദ്യം, നമ്മളിങ്ങനെ നമ്മുടെ വാഹനം ഓടിച്ചുകൊണ്ട് പോകുന്നു. അപ്പോൾ ഒരു ബോർഡ് കാണുകയാണ്, അപകട സാധ്യത കൂടിയ മേഖല. അങ്ങനെ കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യണം? അതൊക്കെ സ്പീഡ് കുറച്ച് വേണ്ടി വന്ന ഇടത്തോട്ട് വലത്തോട്ടൊക്കെ നോക്കി സൂക്ഷിച്ച് അതുവഴി പോകാം. അവിടെ നിർത്തേണ്ട ആവശ്യമൊന്നുമില്ല. അതാണ് വാർണിംഗ്, മുന്നറിയിപ്പ്. എന്താണത് പറയുന്നത്? ഈ സ്ഥലത്ത് പലപ്പോഴും പല അപകടങ്ങൾ നടന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇനിയും വരുന്നവർ സൂക്ഷിക്കണം. അല്ലാതെ ഈ ബോർഡ് കാണുമ്പോൾ നമ്മളാരെങ്കിലും പറയുമോ? ഏതായാലും ഗവൺമെൻറ് തന്നെ പറഞ്ഞിരിക്കുകയാണ് അപകടമുള്ള മേഖലയാണ്, അപ്പോൾ ഞാനും കൂടെ ഒരു അപകടം ഉണ്ടാക്കാം എന്ന് നമ്മളാരും പറയത്തില്ല, അല്ലേ? സുബോധമുള്ള ആരും പറയത്തില്ല. അപ്പോൾ ഇതുപോലെയാണ് പഴയ നിയമത്തിലെ ചരിത്രങ്ങളല്ല, ഇതെല്ലാം മുന്നറിയിപ്പുകളാണ്. അതാണ് മുന്നെഴുതിയിരിക്കുന്നതൊക്കെയും നമ്മുടെ ഉപദേശം. ഇംഗ്ലീഷിലൊക്കെ ഇൻസ്ട്രക്ഷനാണ്, ഡോക്ടറിനല്ല, ഇൻസ്ട്രക്ഷൻ. നമ്മുടെ ഗുണദോഷത്തിനായിട്ട്, ബുദ്ധി ഉപദേശത്തിനായിട്ടാണ് ഇതെല്ലാം തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ചരിത്രം വായിക്കുമ്പോൾ ചിലർ പറയാറുണ്ട്, ചിലതിനെ മിസ്യൂസ് ചെയ്യും. ചിലർ പറയും, അബ്രഹാം പോലും നുണ പറഞ്ഞില്ലേ, ദാവീദ് പോലും വീണ് പോയില്ലേ. എന്താണ് അതിൻ്റെ ധ്വനി? എന്താ അർത്ഥമാക്കുന്നത്? അബ്രഹാം നുണ പറഞ്ഞല്ലോ, അപ്പോൾ എനിക്കും ചെയ്യാനുള്ള ലൈസൻസ്. അങ്ങനെയല്ല എൻ്റെ അർത്ഥം. ഇതെല്ലാം മുന്നറിയിപ്പുകളാണ്. വാസ്തവത്തിൽ അതെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? അബ്രഹാമിനെ പോലെ ഇത്രയും ഉന്നതനായ ഭക്തനായ ഒരു മനുഷ്യൻ പോലും ജീവിതത്തിൽ ചില വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അത്രയും കൂടുതൽ സൂക്ഷിക്കണം. അത് അപകട സാധ്യത കൂടിയ മേഖല എന്നുള്ള മുന്നറിയിപ്പാണ്. അതാണ് എൻ്റെ അർത്ഥം. അവർക്ക് വന്നല്ലോ, അതുകൊണ്ട് എനിക്ക് അവർ ലൈസൻസ്. അങ്ങനല്ല, നേരെ തിരിച്ചാണ്. അപ്പം അതുകൊണ്ടാണ് മുന്നെഴുതിയിരിക്കുന്നതൊക്കെ നമ്മുടെ ഉപദേശത്തിനായിട്ട് തന്നിരിക്കുന്നത്. അവിടെ 2 വാക്കോട് വരുന്നുണ്ട്, സഹിഷ്ണുതയും പ്രോത്സാഹനം. ആ വാക്യം ഒന്ന് വായിക്കുക, 15:4. മുന്നെഴുതിയിരിക്കുന്നതൊക്കെയും അവിടെ സ്ഥിരത എന്നുള്ളതിന് ശരിയായ വാക്ക് സഹിഷ്ണുത എന്ന് തന്നെയാണ്, സഹനശക്തി. അപ്പോൾ നമുക്ക് സഹനശക്തി ഉണ്ടാകുവാനും പിന്നെ ആശ്വാസം കിട്ടണം, രണ്ടും വേണം. ഇതെല്ലാം അതിനകത്തുണ്ട്. അതിനുള്ള ഉദാഹരണങ്ങളാണ് തന്നിരിക്കുന്നത്. നമുക്കറിയാമല്ലോ, ഈ സഹിഷ്ണുത എന്നുള്ള വാക്ക് നമ്മൾ യോബിനോടുള്ള ബന്ധത്തിൽ കാണുന്നുണ്ട്. യാക്കോബ് 5:13 തോന്നുന്നു. യോബിൻ്റെ സഹിഷ്ണുത 13-11. യോബിൻ്റെ സഹിഷ്ണുത നിങ്ങൾ അറിയുന്നുവല്ലോ. അത് വാസ്തവത്തിൽ അതാണ് പ്രധാന ഉദ്ദേശമായിട്ട് പറയുന്നത്. എന്താണ് ഈ സഹിഷ്ണുത എന്ന് പറഞ്ഞാൽ? സഹനശക്തി എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം ആഗ്രഹമുണ്ട് സഹനശക്തി കിട്ടണമെന്ന്. പക്ഷെ എങ്ങനെയാണ് ഈ സഹിഷ്ണുത കിട്ടുന്നതെന്ന് അറിയാമോ? റോമർ 5:3 അതിൻ്റെ രഹസ്യം പറഞ്ഞിട്ടുണ്ട് പൗലോസ്. എന്താണ് പറഞ്ഞേക്കുന്നത്?
എന്നാൽ കഷ്ടത സഹിഷ്ണുതയെയും, സഹിഷ്ണുത സിദ്ധതയെയും, സിദ്ധത പ്രത്യാശ ഉളവാക്കുന്നു. ഇവിടെ പ്രത്യാശകാര്യം പറയുന്നുണ്ട്. ഇതൊരു വലിയ ഒരു എന്താ പറയുക, ഒരു പ്രക്രിയയാണ്. കഷ്ടതയുടെ ക്ലാസ്സിൽ പഠിക്കാതെ ആർക്കും പ്രൊമോഷൻ കിട്ടി സഹിഷ്ണുത കിട്ടുകയില്ല, അല്ലേ? പിന്നെ സഹിഷ്ണുതയാണ്. എന്താണ് ഈ സിദ്ധത എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അറിയാമോ? ഈ മലയാളത്തിലെ വാക്കുകളാണ് പലപ്പോഴും അറിയാതെ. ഞാനും പലപ്പോഴും മലയാളം പേര് വായിച്ചിട്ട് ഇംഗ്ലീഷ് നോക്കും. മലയാളത്തിലെ ചില വാക്കുകൾ നമുക്ക് അറിയത്തില്ല, പഴയ മലയാളമാണല്ലോ. ആർക്കെങ്കിലും അറിയാമോ സിദ്ധത? സിദ്ധത എന്ന് വെച്ചാൽ സൽ സ്വഭാവം എന്നാണ്, പ്രൂവൺ ക്യാരക്ടർ. അങ്ങനെ ഇരിക്കും നല്ലതായിരുന്നു. എനിക്ക് തോന്നുന്നത് ആധുനിക തത്വങ്ങളിലൊക്കെ തിരുത്തിയിട്ടുണ്ടായിരിക്കാം. നല്ല വാക്കാണ്, ഒരു പഴയ കാലത്തെ നല്ല വാക്കാണ്. പക്ഷെ അർത്ഥം നമ്മൾ അറിയണമെന്നേ ഉള്ളൂ. സൽ സ്വഭാവം. നമുക്കെല്ലാം ആഗ്രഹമുണ്ട് സൽ സ്വഭാവമുള്ളവരായി, ക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ളവരായി തീർന്നത്. എങ്ങനെയാണ്? അതിന് കുറുക്ക് വഴിയൊന്നുമില്ല. കഷ്ടതയാകുന്ന പാഠശാലയിൽ ദൈവം നമ്മുടെ വിശ്വാസത്തെ പരിശോധിക്കാൻ വേണ്ടി അനുവദിക്കുന്ന ചില കഷ്ടതകളുണ്ട്. നമ്മൾ തന്നെ നമ്മുടെ കയ്യിൽ കൊണ്ട് വരുത്തി വെക്കുന്ന കഷ്ടത വേറെ ഉണ്ട്, അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ദൈവം തന്നെ അനുവദിക്കുന്ന, ദൈവഹിതപ്രകാരം അനുവദിക്കുന്ന കഷ്ടതകളുണ്ട്. യോബിൻ്റെ ജീവിതത്തിൽ അനുവദിച്ച പോലെ. അതിൽ കൂടെ കടന്നു പോയാണ് നമ്മൾ സഹിഷ്ണുതയുള്ളവരായി തീരുന്നത്, സൽസ്വഭാവികളായി തീരുന്നത്. അതാണ് ആത്യന്തികമായിട്ട് പ്രത്യാശയിലേക്ക് നയിക്കുന്നത്. അതാണ് പൗലോസ് അവിടെ പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടിയാണ് പ്രധാനമായിട്ട് ഇത് തന്നിരിക്കുന്നത്. നമ്മൾ പ്രത്യാശയുള്ളവരായി തീരണം. അപ്പോൾ ഈ സഹിഷ്ണുതയെക്കുറിച്ച് അനേക കാര്യങ്ങൾ പറയാനുണ്ട്. സഹനശക്തി, അതാണ് പലപ്പോഴും നമുക്കെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നത്. യഹൂദന്മാരുടെ ഒരു പാരമ്പര്യ പുസ്തകമുണ്ട്, തൽമൂദ് എന്ന് പറയും. തൽമൂദ് കേട്ടിട്ടുണ്ടോ? തൽമൂദ്, പല തൽമൂദുകളുണ്ട്. ഏതൊരു പുസ്തകത്തിൽ ഈ അബ്രഹാമിനെ കുറിച്ചൊരു കഥയുണ്ട്. നടന്നതാകാം, അല്ലാത്തതാകാം. ബൈബിളിൽ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അത് മുഖവിലേക്ക് എടുക്കാൻ പറ്റുകയില്ല. ഒരു പക്ഷേ നടന്ന സംഭവമായിരിക്കും. അബ്രഹാമിനെ യഹൂദന്മാർ ഏറ്റവും ബഹുമാനിച്ചിരുന്ന വ്യക്തിയാണ്. അപ്പോൾ ഇത് വെറുതെ ഒരു കെട്ടുകഥയല്ലെന്നാണ് എനിക്കും തോന്നുന്നത്. ഞാൻ ചരിത്രം പറയാം, ചരിത്രത്തിലെ സംഭവം പറയാം. ആ തൽമൂദിൽ പറയുന്നത് ഈ അബ്രഹാം വലിയ അതിഥി സൽക്കാര പ്രിയനാണ്, അല്ലേ? നമ്മുടെ വി കെ മാത്യു അങ്കിളിനെ പോലെ വലിയ അതിഥി സൽക്കാര പ്രിയനാണ്. ഞാൻ 2 ദിവസം അവരുടെ വീട്ടിലാണ് താമസിച്ചുകൊണ്ട് എനിക്കറിയാം. സിസ്റ്റർ ഉണ്ട് ഇവിടെ. അപ്പോൾ വലിയ അതിഥി സൽക്കാര പ്രിയനാണ്. നമുക്ക് തെളിവുണ്ടല്ലേ, 18 കാണാം. വഴിയെ ആര് പോയാലും അവരെ വിളിച്ചുകൊണ്ട് വന്ന് അവർക്ക് ആഹാരം കൊടുക്കും. ഓക്കെ. അപ്പോൾ ഈ തൽമൂദിൽ പറയുന്നത്, ഒരു ദിവസം അബ്രഹാം ഇങ്ങനെ സന്ധ്യയ്ക്ക് തൻ്റെ കൂടാരത്തിൻ്റെ വാതിൽ നിന്നപ്പോൾ അതുവഴി, ഇന്നത്തെ പോലുള്ള റോഡുകളൊന്നും ഇല്ല, അങ്ങനെ ചിന്തിക്കേണ്ട, അതുവഴി ഒരു അപരിചിതൻ പോകുന്നു. അപ്പോൾ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് വന്നു. താൻ ഏതോ ദൂരയാത്ര പോവുകയാണ്. അതിനെ വിളിച്ചുകൊണ്ട് വന്ന് സംസാരിച്ചു, അവിടെ എത്തി. എന്നിട്ട് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി അബ്രഹാം സാറയും കൂടി ചേർന്ന് ഭക്ഷണമൊക്കെ ഒരുക്കി. അന്ന് ഇന്നത്തെ പോലെ ടേബിളൊന്നും ഇല്ലല്ലോ. ഞാൻ ചിന്തിക്കാൻ ചിലപ്പോൾ തറയിലിരുന്നായിരിക്കും കഴിക്കുന്നത്. എങ്ങനെയാണെന്ന് എനിക്കും അറിയത്തില്ല. ഇലകളോ എല്ലാം കാണുമായിരിക്കാം. അപ്പം നമ്മുടെ ഇന്നത്തെ ഭാഷ ഞാനങ്ങ് പറയാം. താന് തറയിൽ ഭക്ഷണമൊക്കെ ശരിയാക്കി, പിന്നെ ഇലയൊക്കെ ഇട്ടു. അബ്രഹാം തന്നെയാണ് ആഹാരം വിളമ്പുന്നത്. ഇവിടെ അപരിചിതൻ താഴെ ഇരിപ്പുണ്ട്. അദ്ദേഹത്തിന് മുമ്പിൽ എല്ലാം വിളമ്പി തീർന്ന് അബ്രഹാമിൻ്റെ പ്ലാൻ എന്തായിരുന്നു? അദ്ദേഹത്തിന് വിളമ്പുക, തനിക്കും വിളമ്പുക, പിന്നെ താൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ കഴിക്കണം. ഇതാണ് തൻ്റെ പ്ലാൻ. നമ്മളൊക്കെ ചെയ്യുന്ന പോലെ. ഇത് ഈ അപരിചിതൻ ദൈവവിശ്വാസിയൊന്നുമല്ല, യഹോവയൊന്നും അറിയത്തില്ല. തനിക്ക് അബ്രഹാമിൻ്റെ വീട്ടിലെ രീതികളോ അറിയത്തില്ല. വിളമ്പി തീർന്നതിന് മുമ്പ് ഇദ്ദേഹം കഴിക്കാനാണ് തുടങ്ങി. അപരിചിതൻ അബ്രഹാം ഇരുന്ന പോലും ഇല്ല, അതിനുമ്പ് ഇദ്ദേഹം കഴിക്കാൻ തുടങ്ങി. അത് കണ്ടപ്പോൾ അബ്രഹാമിന് വിശുദ്ധ കോപം ജനിച്ചു. അബ്രഹാം വിശുദ്ധനല്ലേ, അതുകൊണ്ട് വിശുദ്ധ കോപമാണ്. എനിക്ക് ദേഷ്യം വന്നു. താൻ എന്താണ് ചെയ്യുന്നറിയാം? അങ്ങോട്ട് ചെന്ന് ഒരു വടി എടുത്തോണ്ട് ഇയാളെ അടിച്ചു, എഴുന്നേൽപ്പിച്ചു, വിക്കളം പറഞ്ഞു, ആഹാരം കഴിക്കണ്ടെന്ന് പറഞ്ഞു. എന്താണ് തെറ്റ് താൻ ചെയ്തത്? പ്രാർത്ഥിക്കാതെ ആഹാരം കഴിച്ചു. അതാണ് തെറ്റ്. അദ്ദേഹത്തെ രാത്രി തന്നെ പുറത്താക്കി. തൽമൂദിലെ സംഭവമാണ്, തൽമൂദിൽ പറയുന്നുണ്ട്. എന്നാൽ ഇദ്ദേഹത്തെ പുറത്താക്കി 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ദൈവം പ്രത്യക്ഷനായി അബ്രഹാമിന്. അക്കാലത്ത് ദൈവം ഇടയ്ക്കിടയ്ക്ക് പ്രത്യക്ഷനാകുമല്ലോ. അപ്പോൾ ദൈവം അബ്രഹാമിനോട് ചോദിച്ചു, അബ്രഹാമേ, എന്താണ് ഇവിടെ നടന്നത്? എന്താണ് പ്രശ്നം? അപ്പോൾ അബ്രഹാം ഇതെല്ലാം കിളി പറയുന്ന പോലെ എല്ലാം പറഞ്ഞു. അപ്പോൾ ദൈവം ഒരു ചോദ്യം ചോദിച്ചു. ദൈവം ചോദിച്ച ചോദ്യം ഇതാണ്: നിന്റെ ജീവിതത്തിൽ 75-ാമത്തെ വയസ്സുവരെ നീ എന്നോട് പ്രാർത്ഥിച്ചിട്ടില്ല, ഉണ്ടോ? 75-ാം വയസ്സുവരെ ഈ അബ്രഹാം എന്തായിരുന്നു പരിപാടി? താൻ ഒരു പ്രജാതിയെ പോലെ ജീവിച്ചോ, വിഗ്രഹങ്ങളെ ഉണ്ടാക്കി, ചരിത്രം പറഞ്ഞ് വിഗ്രഹങ്ങളെ ഉണ്ടാക്കുകയും വിഗ്രഹങ്ങളെ വിൽക്കുകയും ചെയ്ത് ജീവിച്ച മനുഷ്യനാണ്. അത് യഹോവയെ അറിയത്തില്ല, ഒരിക്കൽ പോലും പ്രാർത്ഥിച്ചിട്ടില്ല. ഈ 75 വർഷങ്ങൾ ഞാൻ നിന്നെ സഹിച്ചു എങ്കിൽ ഈ മനുഷ്യനെ ഒരു രാത്രി സഹിക്കാൻ നിനക്ക് കഴിയുകയില്ലേ എന്ന് ചോദിച്ചു. അല്ലേ? ന്യായമായ ചോദ്യമാണ്. നീ എന്നോട് 75 വർഷങ്ങൾ പ്രാർത്ഥിച്ചിട്ടില്ല, ഞാൻ നിന്നെ ശിക്ഷിച്ചില്ല, കൊന്നില്ല,
ഞാനതെല്ലാം സഹിച്ചു. അങ്ങനെ ദൈവം, ഞാൻ നിന്നെ സഹിച്ചെങ്കിൽ ഈ ഒരു രാത്രി ഈ മനുഷ്യനെ സഹിക്കാൻ കഴിയുകയില്ലേ എന്ന് ചോദിച്ചു. നമ്മൾ ദൈവം അപ്രത്യക്ഷനായി. അബ്രഹാം തെറ്റ് മനസ്സിലായി. അബ്രഹാം പിന്നെ ഉടനെ ഓടിച്ചെന്നു. ഈ മനുഷ്യൻ രാത്രി എവിടെ പോകാനാണ്? താൻ അധികം ദൂരെ അല്ലാതെ അവിടെ തന്നെ വിളിച്ചോണ്ട് ക്ഷമ ചോദിച്ചു. വീണ്ടും ആഹാരം കൊടുത്തു. അവർ രണ്ടും കൊണ്ടിരുന്ന് പ്രാർത്ഥിച്ച് കഴിച്ചു എന്നാണ് തൽമൂദ് എഴുതി വെച്ചേക്കാണ്. എനിക്ക് ഞാൻ പലർക്കും ഉദ്ധരിക്കാനുള്ള സംഭവമാണ്. നല്ലൊരു സംഭവമാണ് അല്ലേ? നമുക്കെല്ലാം ഒരു മാതൃകയാണ്. നമ്മളും അബ്രഹാമിനെ പോലെയാണ് ഈ വിഷയത്തിൽ. മറ്റു വിഷയങ്ങളൊന്നും അല്ല, ഈ വിഷയത്തിലൊക്കെ അബ്രഹാമിനെ പോലെ വലിയ നമുക്ക് തീക്ഷ്ണത കൂടുതലാണ്. അതുകൊണ്ട് ചെറിയ തെറ്റുകൾ പോലും നമ്മൾ സഹിക്കുകയല്ല. ഒരാൾ പ്രാർത്ഥിക്കാവുന്ന ആഹാരം കഴിച്ചു എന്ന് പറഞ്ഞാൽ ഉടനെ അത് വലിയൊരു കുറ്റമായിട്ട് നമ്മൾ കാണും. അതുകൊണ്ടാണ് ദൈവം ചോദിച്ചത്, നീ 75 വർഷങ്ങൾ പ്രാർത്ഥിച്ചിട്ടില്ലല്ലോ, ഞാൻ സഹിച്ചില്ലേ? ഇന്നും ദൈവം നമ്മളോട് കരുണ കാണിക്കുന്നില്ലേ? ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ. ഇന്നും അറിഞ്ഞുകൊണ്ട് തന്നെ, അറിഞ്ഞോ അറിയാതെ എത്രയോ തെറ്റുകളാണ് വിശ്വാസികൾ തന്നെ ഓരോ ദിവസം ചെയ്യുന്നത്. ദൈവം അതിനൊന്നും പടിയെടുക്കുന്നില്ലല്ലോ. ദൈവം ക്ഷമിക്കുന്നില്ലേ? നമ്മളെല്ലാ ദിവസവും ദൈവത്തോട് ക്ഷമ ചോദിക്കും, ദൈവം വീണ്ടും മുന്നേ ക്ഷമിക്കും അല്ലേ? കർത്താവിന് ഒരിക്കൽ പറഞ്ഞല്ലോ, സഹോദരൻ നിന്നോട് പിഴച്ചാൽ അവനോട് ക്ഷമിക്കണം. ദിവസത്തിൽ 7 വട്ടം നിന്നോട് പിഴയ്ക്കുകയും 7 വട്ടം മാനസാന്തരപ്പെടുകയും എന്ന് പറഞ്ഞാൽ അവനോട് ക്ഷമിക്കണം എന്നാണ് പറയുന്നത്. ഇവിടെ വാക്യം ഓർമ്മയുണ്ടോ? ഇതൊന്നും നമ്മൾ അടിവരെടുത്തില്ല. എനിക്ക് പറഞ്ഞാൽ മത്തായി ലൂക്കോസ് 17:3-4 എൻ്റെ ഓർമ്മ. ലൂക്കോസ് 17 ചെക്ക് ചെയ്താൽ മതി. മത്തായിലും ഉണ്ട് വാക്യം. അത് 7:70 കാര്യം മത്തായി. ഇത് ലൂക്കോസ് 17:3-4 ദിവസം 7 വട്ടം എന്നോട് പിഴയ്ക്കുകയും 7 വട്ടം തിരിച്ചു വന്ന് ഐ എം സോറി എന്ന് പറഞ്ഞാൽ അതും അംഗീകരിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അതാണ് കർത്താവിൻ്റെ ദീർഘക്ഷമം. അപ്പോൾ ഈ സഹിഷ്ണുത എന്ന് പറഞ്ഞാൽ സാഹചര്യങ്ങളിൽ പ്രതികൂലമായി നിൽക്കുന്ന ആളുകളെയും സാഹചര്യങ്ങളെയും സഹിക്കാനുള്ള കഴിവാണ്. ഇതൊക്കെ കിട്ടുന്നതിന് വേണ്ടിയാണ് ബൈബിൾ എഴുതിയിരിക്കുന്നതെന്നാണ് പൗലോസ് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞത് മുന്നറിയിപ്പാണ്. നമുക്ക് ഉപദേശം, സഹിഷ്ണുത, അങ്ങനെ പ്രത്യാശ ഉണ്ടാക്കേണ്ടതിന് വേണ്ടിയാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഞാൻ നോട്ട്സിലേക്ക് പോട്ടെ. തിരുവെഴുത്തുകളിൽ പഠിപ്പിക്കുന്ന സഹിഷ്ണുതയാലും അവ നൽകുന്ന പ്രോത്സാഹനത്താലും അല്ലെങ്കിൽ ആശ്വാസത്താലും നമുക്ക് പ്രത്യാശ ഉണ്ടാകേണ്ടതിന് നമ്മുടെ പ്രായോഗിക ജീവിതത്തിലെ മാർഗനിർദ്ദേശത്തിനായി, അതാണ് ഉപദേശം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം, ഗൈഡ് ലൈൻ, മാർഗനിർദ്ദേശത്തിനായി തിരുവെഴുത്തുകൾ എഴുതിയിരിക്കുന്നു. തിരുവെഴുത്തിലെ എല്ലാ കാര്യങ്ങളും വിലയുള്ളതാണ്. പഴയ നിയമമാണെന്ന് അത് ഉപേക്ഷിച്ച് കളയരുത്. അവിടെ നമുക്ക് പഠിക്കാനുള്ള പല കാര്യങ്ങളുണ്ട്. പഴയ നിയമത്തിലെ പല പ്രവചനങ്ങളാണ് പുതിയ നിയമത്തിൽ നിവൃത്തിയായിട്ടുള്ളത്. പഴയ നിയമത്തിൻ്റെ പശ്ചാത്തലം അറിയത്തില്ലെങ്കിൽ പുതിയ നിയമം മനസ്സിലാകുകയില്ല. അതാ പ്രശ്നം. പഴയ നിയമം ഒന്നും അറിയാത്ത ഒരാൾക്ക് പുതിയ നിയമം വായിച്ചാൽ എന്തെങ്കിലും മനസ്സിലാകും? പുതിയ നിയമം എങ്ങനെയാണ് തുടങ്ങുന്നത്? മത്തായി 1 എന്നാ വായിക്കുന്നത്? അബ്രഹാമിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രനായ യേശു ക്രിസ്തു. ഈ അബ്രഹാമും ദാവീദും ആരാണെന്ന് അറിയണമെങ്കിൽ പഴയ നിയമം വായിക്കണം അല്ലേ? അപ്പോൾ പഴയ നിയമം പുതിയ നിയമം അന്യോന്യം ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് ആരോ പറഞ്ഞിട്ടുണ്ട്, പഴയ നിയമത്തിൽ പുതിയ നിയമം മറഞ്ഞിരിക്കുന്നു അല്ലെ, ഒളിച്ചു വെച്ചിരിക്കുന്നു. എന്നാൽ പുതിയ നിയമം പഴയ നിയമത്തെ വെളിപ്പെടുത്തുന്നു. അതുകൊണ്ട് പഴയ നിയമ തിരുവെഴുത്തിൽ പ്രയോജനമുള്ളതാണ്. അടുത്ത 4-ാമത്തെ ചോദ്യം, വിശ്വാസികൾക്കിടയിലെ ഐക്യം എന്തിലേക്ക് നയിക്കണം? 5-6 പെട്ടെന്ന് വായിക്കാം. റോമർ 15:5-6. ഏകസ്വരം, ഏകചിന്ത എല്ലാം അവിടെ വരുന്നുണ്ട്. വാസ്തവത്തിൽ എന്താണ് ഈ ഐക്യത എന്ന് പറയുന്നത്? ഐക്യത നല്ല കാര്യമാണോ ചീത്ത കാര്യമാണോ? ഐക്യത നല്ല കാര്യമല്ല, അതിനെക്കുറിച്ച് 2 അഭിപ്രായമില്ല. പക്ഷെ ദുഃഖരെന്ന് പറയട്ടെ, മനുഷ്യൻ ആദ്യം തൻ്റെ ഐക്യത വെളിപ്പെടുത്തിയത് എവിടെയാണെന്ന് ഓർമ്മയുണ്ടോ? വേദപുസ്തക ചരിത്രത്തിൽ അവൻ ഐകമത്യപ്പെട്ട ഒരു കാര്യം ചെയ്തു, ബാബേൽ ഗോപുരം. അതാണ് ഏറ്റവും രസകരമായ ദുഃഖകരമായ കാര്യം. ഐക്യത നല്ലതാണ്, അത് ദൈവം ആഗ്രഹിക്കുന്നു, മനുഷ്യനും ആഗ്രഹിക്കുന്നു അല്ലേ? പക്ഷെ അവൻ്റെ ഐക്യത അവൻ ആദ്യം വെളിപ്പെടുത്തിയത് ദൈവത്തിനെതിരെ മത്സരിക്കാനാണ്. അവിടെ വലിയ ഐക്യതയാണ് അല്ലേ? അങ്ങനെയാണ് ദൈവം ആ യുഗം തന്നെ അവസാനിപ്പിക്കുന്നത്. മനസാക്ഷി യുഗം അവസാനിക്കുന്നത് അവിടെയാണ്. ദൈവം ബാബേൽ ഗോപുരത്തിൽ ഭാഷ കലക്കി അവരെ ശിക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഐക്യത നല്ലതാണ്, നല്ല കാര്യത്തിന് ഉപയോഗിച്ചാൽ അല്ലേ? നമ്മളെ ഈ സ്കൂളുകളിലൊക്കെ ഇപ്പോൾ സ്കൂളിൽ രാഷ്ട്രീയം ഇല്ല എന്ന് തോന്നുന്നു. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്തുണ്ടായിരുന്നു, കോളേജിലുണ്ടെന്ന് തോന്നുന്നു. ഈ കുട്ടികളൊക്കെ സമരത്തിന് ഇറങ്ങുമ്പോൾ സ്ഥിരമായി വിളിക്കുന്ന ഒരു മുദ്രാവാക്യമുണ്ട്. എന്താണത്? സ്റ്റുഡൻറ് യൂണിറ്റി സിന്ദാബാദ്, വിദ്യാർത്ഥി ഐക്യം സിന്ദാബാദ്. തൊഴിലാളികൾ വിളിക്കുന്നതോ തൊഴിലാളി ഐക്യം സിന്ദാബാദ് അല്ലേ? എല്ലാം ഐക്യമാണ്. അതുപോലെ ഒരർത്ഥത്തിൽ നല്ല ഗുണമാണ് ഐക്യത. സഭയിലും ഐക്യത വേണം. അതിന് വാക്യമുണ്ട് വാസ്തവത്തിൽ. എഫേസ്യർ 4:3 കുറിച്ചാൽ മതി. അതാണ് വ്യക്തമായ വാക്യം. അവിടെ എന്താണ് നാം വായിക്കുന്നത്? ആത്മാവിൻ്റെ ഐക്യത
സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കണമെന്ന വാക്യമുണ്ട്. ആത്മാവിൻ്റെ ഐക്യത. അപ്പോൾ ഐക്യത നല്ലതാണ്. അപ്പോൾ ആ ഐക്യത എന്തിലേക്കാണ് ആത്യന്തികമായിട്ട് നയിക്കേണ്ടത്? സ്നേഹത്തിലും സ്വീകാര്യം വെച്ചാൽ അന്യോന്യമുള്ള അക്സെപ്റ്റൻസ്, അന്യോന്യം സ്വീകരിക്കുക. സ്വീകാര്യതയും ക്രിസ്തുവിൻ്റെ മാതൃക പിന്തുടരുമ്പോൾ എന്ന് വെച്ചാൽ സ്നേഹത്തിൽ കർത്താവിൻ്റെ മാതൃക പിന്തുടരണം, മറ്റുള്ളവരെ സ്വീകരിക്കുന്നതിൽ കർത്താവിൻ്റെ മാതൃക, അത് 7-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. ഇതെല്ലാം മാതൃക പിന്തുടരുമ്പോൾ ഏകസ്വരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിലേക്ക് നയിക്കണം. ഇവിടെ പൗലോസ് എഴുതുമ്പോഴൊക്കെ റോമ സഭയുടെ പശ്ചാത്തലത്തിലാണ് എഴുതുന്നത്. ഞാൻ പറഞ്ഞല്ലോ, റോമിലെ സഭയിൽ യഹൂദന്മാരും ഉണ്ടായിരുന്നു, യവനന്മാരും ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ട് അവർ തമ്മിൽ ചിലപ്പോൾ ചെറിയ ചില സ്വരച്ചേർച്ചയില്ലായ്മ, അല്ലേ, നമ്മുടെ ഭാഷ പറഞ്ഞാൽ സൗന്ദര്യപ്പിണക്കം, അല്ലേ, അതൊക്കെ ഉണ്ടായി കാണും ചെറിയ നിലയിൽ. അത് പൗലോസിന് അറിയാം. അതുകൊണ്ടാണ് പിന്നെ ഈ ഐക്യതയുടെ കാര്യം പറയുന്നത്. മറ്റുള്ളവരെ താങ്ങണം, കരുതണം, സ്നേഹിക്കണം, ഐക്യതയുടെ കാര്യമൊക്കെ പറയുന്നതാണ്. അപ്പോൾ ഈ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറ്റിവെച്ച് ഏകസ്വരത്തിൽ ഏകചിന്തയോടെ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഒരുമനപ്പെട്ട്. ഈ അപ്പോസ്തല പ്രവൃത്തി വായിക്കുമ്പോൾ ആദ്യത്തെ കുറേ അധ്യായങ്ങളിൽ ആവർത്തിച്ച് വരുന്നൊരു വാക്കാണ് അവർ ഒരുമനപ്പെട്ട്, അല്ലേ, വിത്ത് വൺ അക്കോർഡ്. അവർ ഒരുമനപ്പെട്ട് ദൈവാലയത്തിൽ കൂടി വന്നു. ഒരുമനപ്പെട്ടത് എല്ലാം ഒരുമനപ്പെട്ട്. അതാണ് ഐക്യത എന്ന് പറയുന്നത്. 1-ാം നൂറ്റാണ്ടിലെ സഭയിൽ ഐക്യത ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരുമനപ്പെട്ട് നമ്മൾ ജീവിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതായിരുന്നു അവിടെ വിജയം. അതുകൊണ്ടാണ് സഭ വളരെ പെട്ടെന്ന് വളർന്നത്. 5000-7000 പേരൊക്കെ ചേരുകയല്ലേ സഭയിൽ. അത് ഐക്യതയാണ് അതിൻ്റെ ഒരു രഹസ്യം. ഇന്നും നമുക്കതാണ് ആവശ്യം. ദുഃഖരെന്ന് പറയട്ടെ, അത് നഷ്ടപ്പെട്ടു, അല്ലേ. യൂട്യൂബിലൊക്കെ നോക്കിയാൽ അറിയാം ഓരോ സഭകളിലൊക്കെ എന്തൊക്കെയാണ് നടക്കുന്നത്, അല്ലേ. ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഐക്യത ഉണ്ടായിരുന്ന സഭകളിലൊക്കെ ഇന്ന് ഐക്യതയില്ല. നമ്മൾ പ്രാർത്ഥിക്കുക, അതാണ് ചെയ്യേണ്ടത്. ഒരു കാലത്ത് നാട്ടുകാർക്കെല്ലാം മാതൃകയായിരുന്ന സഭകളിലൊക്കെ ഇന്ന് വിശ്വാസത്തിൽ വഴക്കുണ്ടാക്കുക, പാസ്റ്റർമാരും എല്ലാം വഴക്കുണ്ടാക്കുക. എന്തൊരു കഷ്ടമാണത്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാവർക്കും അധികാരവും പണവും വന്നപ്പോൾ ഐക്യതയൊക്കെ പോയി, സ്നേഹവും പോയി, കരുതലും പോയി. എന്തൊരു ദുഷ്പേരാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ചിന്തിക്കണം. ഇതെല്ലാം അവിശ്വാസത്തിൽ കാണുക. അവർക്ക് ഈ നമ്മൾ ഈ പറയുന്ന ഈ ഡിനോമിനേഷൻ വ്യത്യാസമൊന്നും അറിയത്തില്ല. എല്ലാം ക്രിസ്ത്യാനികളാണ്, എല്ലാം പാസ്റ്റർമാരാണ്. അവരാണ് ഈ വഴക്കുണ്ടാക്കുന്നത്. അവർക്ക് മനസ്സിലാക്കാൻ പോലും പ്രയാസമാണ്. ഇങ്ങനെയുള്ള നമ്മൾ ഈ വഴക്കെല്ലാം ഉണ്ടാക്കിയിട്ട് എന്ന് പ്രസംഗിക്കുകയും ചെയ്യും, യേശു തന്നെ രക്ഷിക്കും. ഇത് കേട്ടാൽ അവർക്ക് എങ്ങനെ മനസ്സിലാകുന്നത്? ഇതാണ് പ്രശ്നം വന്നത്. ഞാൻ പിന്നെ സമയം കിട്ടുമ്പോൾ EMSൻ്റെ ഉദാഹരണം പറയാം. തൽക്കാലം ടീ ബ്രേക്കായി, നോക്കാൻ അങ്ങോട്ട് പോകാം. ചായ കുടിച്ചിട്ട്